അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിൻ്റെ ശ്വാസം ആദത്തിൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ വെറും ഒരു മൺകൂടാരമായിരുന്ന ആദം ജീവൻ പ്രാപിച്ച് അകത്ത് ആത്മമണ്ഡലവും അകത്ത് ദേഹീയ മണ്ഡലവും ഒരുപോലെ ഫോം ചെയ്തവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ശ്വാസത്തിന് ജീവൻ പകരുവാനായിട്ട് കഴിയും. ഇതുപോലെ ആദത്തിൻ്റെ മൂക്കിൽ ദൈവം ഊതിയതുപോലെ ദൈവത്തിൻ്റെ വചനത്തിലും അതേ ദൈവത്തിൻ്റെ ശ്വാസം വ്യാപരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവചനത്തിന് നമ്മെ ജീവിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, ഇങ്ങനെ നമ്മൾ പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ കേൾക്കുന്നുണ്ട്. ഏതാ? അവൻ വചനം അയച്ചവരെ സൗഖ്യമാക്കി. ആ വചനത്തിന് അത് ദൈവശ്വാസീയമായിരിക്കുന്നത് കൊണ്ട് തന്നെ ആ വചനത്തിന് മനുഷ്യനെ സൗഖ്യമാക്കുവാനുള്ള കരുത്തുണ്ട്, ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാളാണെന്ന് ഇന്നലെ നമ്മൾ ആ വചനം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ മുന്നിൽ ശത്രു ഉയർത്തുന്ന എല്ലാ പ്രതിസന്ധികളെയും വെട്ടിമാറ്റി നമുക്ക് സുഗമമായി മുന്നോട്ട് ജീവിക്കുവാൻ, ഒരു ജയജീവിതം നയിക്കുവാൻ ഈ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം കാലുകൾക്ക് ദീപമാണെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനത്തെ ഫോളോ ചെയ്യുന്ന ഒരുവന് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുവാനായിട്ട് ഇടയായി തീരുകയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ശക്തി ഉള്ളതാണ്. തിരുവചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ ഒരു മനുഷ്യന് അനുഗ്രഹീതമായി ജീവിക്കുവാനായിട്ട് കഴിയും, അനുഗ്രഹീതമായ ഒരു ആത്മീക ജീവിതം നയിക്കുവാനായിട്ടുള്ള ശക്തി തിരുവചനം നമുക്ക് നൽകുന്നു. അനുഗ്രഹം തിരുവചനം നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ ജീവിക്കാൻ മാത്രമല്ല, ധൈര്യത്തോടെ മരണത്തെ ഫേസ് ചെയ്യുവാനുള്ള ആത്മധൈര്യവും കരുത്തും ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നുണ്ട്. തിമോത്തിയോട് പൗലോസ് പറയുകയാണ്, മനുഷ്യൻ സകല സൽപ്രവൃത്തികളിലും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. ആമേൻ, ഹല്ലേലൂയ. നമ്മെ തികവിലേക്ക് നയിക്കുവാനുള്ള ശക്തി തിരുവചനത്തിനുണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴുള്ള കുറവുകളെല്ലാം മാറ്റിയിട്ട് നമ്മെ തികവുള്ളവരാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തി ഉണ്ട്. ഇത് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും അത് ഉതകുന്നതാണ്. ശാസനം പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കൊച്ചുകുഞ്ഞിനെ പോലും നമ്മൾ ശാസിച്ചാൽ അവൻ ചിലപ്പോൾ തിരിഞ്ഞ് പ്രതികരിക്കും, താല്പര്യമില്ല ശാസന കേൾക്കാനായിട്ട്. പക്ഷെ തിരുവചനം നമ്മെ ചിലതിൻ്റെ മുൻപിലെല്ലാം നിന്ന് മാറുവാൻ, ചിലതിനെ ക്രമീകരണം വരുത്തുവാനെല്ലാം, നമ്മെ ശാസിക്കുവാൻ, നമ്മെ ഗുണീകരിക്കുവാൻ, നമ്മെ നേരായി ശിക്ഷണം നൽകി നമ്മെ വളർത്തുവാൻ തിരുവചനത്തിന് ശക്തിയുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ഒരു മനുഷ്യൻ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്നത് പോലെ നമ്മളുടെ ആന്തരികമായിരിക്കുന്ന നമ്മളുടെ പ്രയാസങ്ങളെ അല്ലെങ്കിൽ ആന്തരികമായിരിക്കുന്ന വൈരൂപ്യങ്ങളെ കണ്ട് തിരിച്ചറിഞ്ഞ് നമ്മെ ബോധവാന്മാരാക്കുവാൻ, നമ്മെ തിരുത്തുവാനുള്ള കരുത്ത് ദൈവത്തിൻ്റെ വചനത്തിന് ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുൻപ് കമ്മ്യൂണിസ്റ്റ് ഭരണം നടന്നിരുന്ന റുമേനിയയിൽ ഒരു മനുഷ്യനെ, ഒരു വിപ്ലവകാരിയായ ഒരു യുവാവിനെ അവിടുത്തെ ഗവൺമെൻറ് പിടിച്ച് ജയിലിലിട്ടു. നീണ്ട 30 വർഷങ്ങൾ കൊടിയ പീഡനത്തിലൂടെയും ഞെരുക്കത്തിലൂടെയും വലിയ പ്രയാസത്തിലൂടെയും മനുഷ്യൻ കടന്നുപോയി. 30 വർഷം ജയിലിലായിരുന്നു. 30 വർഷത്തിന് ശേഷം ഇദ്ദേഹത്തെ റിലീസ് ചെയ്യുമ്പോൾ അദ്ദേഹം ആ ജയിലിലെ അധികാരിയോട് പറഞ്ഞു, സാറേ, ഞാൻ അതിൽ നിന്ന് റിലീസാകുകയാണ്. എനിക്ക് ആദ്യമേ നിങ്ങൾ സഹായിക്കേണ്ടത് എനിക്കൊരു കണ്ണാടി തരണം. കാരണം കഴിഞ്ഞ 30 വർഷമായിട്ട് അദ്ദേഹം ഒരു കണ്ണാടി കാണുകയോ ആ ജയിലിനകത്ത് തൻ്റെ മുഖം നോക്കുകയോ ചെയ്തിട്ടില്ല. വളരെ ആരോഗ്യത്തോടെ തൻ്റെ യുദ്ധത്തിൻ്റെ ചുറുചുറുക്കിൽ സമരമേഖലയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ്. വർഷം 30 കഴിഞ്ഞു. അങ്ങനെ റിലീസാകുന്ന സമയത്ത് ഒരു മുഴുക്കണ്ണാടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. അവൻ ആ കണ്ണാടിയിൽ നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അയ്യോ, ഇതാണോ ഞാൻ? തൻ്റെ യഥാർത്ഥ കോലം, യഥാർത്ഥ ആ വൈരൂപ്യം, തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ആ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിച്ചത്. ഇതുപോലെ തിരുവചനത്തിൻ്റെ മുന്നിൽ നമ്മളൊന്ന് നിൽക്കേണ്ടതുപോലെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് തിരുവചനത്തിൻ്റെ മുന്നിൽ നിന്നാൽ
നമ്മളുടെ ബലഹീനതകളും നമ്മുടെ വൈരുദ്ധ്യങ്ങളും നമ്മുടെ പോരായ്മകളും എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് തിരുവചനം എന്ന കണ്ണാടി നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നു തികഞ്ഞവനായി തീരേണ്ടതിന് ശാസിച്ച് ഗുണീകരണം നടത്തി തികഞ്ഞ പദവിയിലേക്ക് അല്ലെങ്കിൽ തികഞ്ഞ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണ്ണൻ ആയിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണം എന്നാണ്. അത് നമ്മെ സഹായിക്കുന്നത് തിരുവചനമാണ്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. 2 തിമോത്തി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം മനപാഠമാക്കണം. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. 2:2:2 ഓർത്തിരുന്നാൽ മതി. 2 തിമോത്തി 2-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാം. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം അല്ലെങ്കിൽ നീ പഠിച്ചതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമൃദ്ധരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. തിമോത്തിയോട് പൗലോസ് പറയുകയാണ്, നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നിൽ നിന്ന് കേട്ട അല്ലെങ്കിൽ എന്നിൽ നിന്ന് പഠിച്ച തിരുവെഴുത്തുകളെ ഉപദേശിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സമൃദ്ധരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. ആരാണ് സുവിശേഷ വേല ചെയ്യേണ്ടത്? 1, ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം. 2, സാമർത്ഥ്യം മാത്രം പോരാ, വിശ്വസ്തനായിരിക്കണം. കർത്താവ് അന്വേഷിക്കുന്നത് അവൈലബിൾ ആയിരിക്കുന്ന, ഏതു സമയവും കർത്താവിൻ്റെ വെളിപ്പുറത്ത് നിൽക്കുന്ന, കർത്താവിന് ഉപയോഗിക്കുവാൻ പാകത്തിന് നിൽക്കുന്ന, നന്നായിട്ട് ടീച്ചബിളായിരിക്കുന്ന, നന്നായിട്ട് പഠിക്കുവാനായിട്ട് താല്പര്യമുള്ള. ഞാനെല്ലാം തികഞ്ഞു എന്നല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഇനിയും കർത്താവിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. ടീച്ചബിളായിരിക്കുന്ന, റെസ്പോൺസിബിലിറ്റിയുള്ള, ടാലൻ്റുള്ള, സമർപ്പണമുള്ള, വിശ്വസ്തതയുള്ള മനുഷ്യരെ കർത്താവ് ആഗ്രഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നത് കുറേ സാമർത്ഥ്യരല്ല, സാമർഥ്യമുള്ള, കഴിവുള്ള മനുഷ്യരല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് അന്വേഷിക്കുന്നത് വിശ്വസ്തരെയും സമർപ്പിതരെയുമാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, സമർപ്പിതരാണെങ്കിൽ നമ്മെ കർത്താവ് തൻ്റെ വേലയ്ക്കായിട്ട് കർത്താവിനെ ഉപയോഗിക്കുവാനായിട്ട് എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് നമുക്ക് കർത്താവിനോട് പറയണം, കർത്താവേ അടുത്തുള്ളൊരു സമർപ്പണവും, കർത്താവെ ഒരു വിശ്വസ്തനായി അങ്ങയുടെ മുന്നിൽ നിൽക്കുക. നല്ലവനും വിശ്വസ്തനുമായ കാര്യസ്ഥനെ നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് നിന്നെ അധികത്തിൻ്റെ വിചാരിപ്പുകാരനാക്കും എന്ന ആ താലന്തുകൾ കൊടുത്ത ആ വ്യക്തിയോട് കർത്താവ് കണക്ക് തീർക്കുമ്പോൾ കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട്, നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വസ്തരായ, സമർപ്പിതരായ, കർത്താവിന് വേണ്ടി മരിക്കുവാൻ വരെ സമർപ്പിതരായ വ്യക്തികളെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മളുടെ പദവിയെക്കുറിച്ച്, നാം എന്തായിരുന്നു, നാം എന്താകുന്നു, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ, ഈ കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അവിടുത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവും അത്രേ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും ഒരു ചരിത്രം പറയാനുണ്ട്. സ്തോത്രം. നാം എന്തായിരുന്നു എന്നുള്ള ചരിത്രം. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസിൻ്റെ സാക്ഷ്യത്തിലും പൗലോസ് പറയുന്നുണ്ടോ, ഞാൻ ഈ സകല യഹൂദ യുവാക്കന്മാരെ പോലെ കർത്താവിൻ്റെ ഈ ന്യായപ്രമാണത്തിൽ ഒത്തിരി മുതിർന്നവനും ഈ മാർഗത്തെ മുടിച്ചു കളയുന്നതിന് വേണ്ടി സമർപ്പണത്തോടെ, ആവേശത്തോടെ നടന്നൊരു വ്യക്തിയുമാണെന്ന് തൻ്റെ മുൻകാലത്ത് താൻ ആരായിരുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. നമുക്കും ഇതുപോലെ ഒരു ചരിത്രം പറയാനുണ്ട്. എന്താണ് നമ്മുടെ ചരിത്രം? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച് ഓഫ് ഇറ്റേണിറ്റിയുടെ ചരിത്രം കേട്ടു. ഇതെങ്ങനെയാണ് സ്ഥാപിതമായത്, സാറിലൂടെ ലഭിച്ച ദൈവവിളി,
സാറിലൂടെ ലഭിച്ച ട്രെയിനിങ്, പരിശീലനം, ഇതിലൂടെ എല്ലാം സമർപ്പണത്തോടെ വലിയ ഒരു കൂട്ടത്തെ കർത്താവ് വിളിച്ച് വേർതിരിക്കുവാനായിട്ട് ഇടയായി തീർന്ന ചർച്ച് ഓഫ് ഇറ്റേണിറ്റിയുടെ ചരിത്രം നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ചർച്ച് ഓഫ് ഇറ്റേണിറ്റിയുടെ ചരിത്രമല്ല, അതിനപ്പുറത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും ചരിത്രം, മാനവരാശിയുടെ ചരിത്രം. വിശുദ്ധ പത്രോസ് പറയുന്നു, നിങ്ങൾ ആരായിരുന്നു? അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തികളായിരുന്നു. ആമേൻ. നമുക്ക് പറയാനുള്ള ചരിത്രം, നമുക്ക് പറയാനുള്ള പാരമ്പര്യം, ഞാനൊരു പാപിയായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അന്ധകാരത്തിലായിരുന്നു, ഞാൻ പാപത്തിലായിരുന്നു, പാപത്തിൻ്റെ കുഴഞ്ഞ ചെറ്റിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ ബന്ധനത്തിലായിരുന്നു. എനിക്ക് അവകാശമായിരുന്നത് മരണം മാത്രമാണ്, നിത്യമരണം എന്നുള്ള ആ പാതയിലേക്ക് ഞാൻ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കർത്താവ് എന്നെ വിളിച്ചു. അതാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും എവിടെ വിളിച്ചേ? അവിടുത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. യഥാർത്ഥത്തിൽ മനുഷ്യന് പറയാനുള്ള പാരമ്പര്യം എന്താ? ചിലർ പറയും, ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ടയാളാണ്. ഒറ്റ വാക്ക് ഞാൻ പറയാം, സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവിധ സൗഭാഗ്യങ്ങളോടെയും താമസിച്ചിരുന്ന ആ സ്ഥലത്തു നിന്ന് കടം കയറി മുടിഞ്ഞ് അവസാനം ഗവൺമെൻറ് വന്ന വീട് ജപ്തി ചെയ്ത് പുറത്തേക്ക് ഇറക്കി വിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന ചിലരുടെയൊക്കെ പടങ്ങൾ നമ്മൾ ടി വി കൂടെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും ഏദൻ തോട്ടത്തിലായിരുന്നു. അവിടെ നിന്ന് പാപം ചെയ്തു സാത്താൻ്റെ കുതന്ത്രങ്ങൾക്ക് അടിമയായി തീർന്ന, സാത്താനെ അനുകരിച്ച് അല്ലെങ്കിൽ അനുസരിച്ച് പാപിയായി തീർന്ന മനുഷ്യനെ ആ ഏദൻ തോട്ടത്തിൽ നിന്നും കരത്തിൽ പിടിച്ച് പുറത്താക്കി. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഏദൻ തോട്ടത്തിൽ നിന്ന് കൈക്ക് പിടിച്ച് പുറത്താക്കി വിട്ട ഒരു കുടുംബത്തിൽ ജനിച്ചതാണ് മോള്. ഇതാണ് നമ്മുടെ പാരമ്പര്യം. സ്തോത്രം. അതിനേക്കാൾ വലിയ ഒരു പാരമ്പര്യം ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പറയാനില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും വലിയ പാരമ്പര്യം ആ ഏദനിൽ നിന്ന് പുറത്താക്കിയ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും മക്കളാ ഞങ്ങളെന്ന് പറയാൻ മാത്രമേ നമ്മുടെ പാരമ്പര്യം അനുവദിക്കുന്നുള്ളൂ. എന്നാൽ അവിടെ നിന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമ്മളോട് കരുണ തോന്നി, മാനവരാശിയോട് ദയ തോന്നി കർത്താവ് നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. എന്താണ് കരുണ? എന്താണ് ദയ? ഒന്ന്, അർഹതയില്ലാത്തൊരു മനുഷ്യന് കർത്താവ് നൽകുന്ന സൗജന്യ ദാനത്തെയാണ് കൃപ എന്ന് പറയുന്നത്. എന്നാൽ കരുണ എന്ന് പറയുന്നത് നമുക്ക് അർഹമായിരുന്നത് നമുക്ക് തരാതെ നമ്മെ മാറ്റി നിർത്തിയതിനാണ് കരുണ എന്ന് പറയുന്നത്. കൺഫ്യൂഷനായി കാണുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അർഹമായിരുന്നത് എന്താ? നരകമായിരുന്നു. പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണമായിരുന്നു നമുക്ക് അവകാശപ്പെട്ടത്. ആ അവകാശപ്പെട്ടത് നമുക്ക് തന്നില്ല. കൃപയാൽ നമ്മെ സ്നേഹിച്ച് ആ മരണത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തി. അതിൻ്റെ പേരാണ് ദയ, സ്തോത്രം, കരുണ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കരുണാസമ്പന്നനായ ദൈവം പാപമോചനത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ അലച്ചിലുകളെ എല്ലാം കണ്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് തന്നെ മനുഷ്യൻ ആരംഭിച്ചതാണ്. തേജസ് നഷ്ടപ്പെട്ടു, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. അതോട് പറഞ്ഞു, നീ മൂലം ഈ ഭൂമി നശിക്കപ്പെട്ടതോ ശപിക്കപ്പെട്ടതായിരിക്കുമെന്ന് പറഞ്ഞു. അവിടെ മുള്ളും വറക്കാരിയും മുളച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രകൃതിയുടെ മേൽ ശാപം വീണു, മനുഷ്യൻ്റെ മേൽ ശാപം വീണു. അവൻ്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നു. അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു. മനുഷ്യൻ മൂലം പ്രപഞ്ചത്തിൻ്റെ മേൽ പോലും ദൈവത്തിൻ്റെ ശാപം വീണു. ഈ ശാപത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം പുത്രനിലൂടെ ആവിഷ്കരിച്ച കർമ്മ പദ്ധതിയാണ് നമ്മൾ രക്ഷ എന്ന് പറയുന്നത്. പിതാവ് ആവിഷ്കരിച്ച ഈ രക്ഷാകരമായ പദ്ധതി, പുത്രനിലൂടെ നടപ്പാക്കിയ രക്ഷാകരമായ പദ്ധതി, ആ കൃപയിലേക്ക് നമ്മെ ദൈവം വിളിച്ചു. അവിടെ വെച്ച് തന്നെ മനുഷ്യൻ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നതിന് വേണ്ടി സ്വന്തം പ്രയത്നങ്ങൾ ആരംഭിച്ചതാണ്. അത്തിയില കൂട്ടിത്തുന്നി വസ്ത്രം ഉണ്ടാക്കി. പക്ഷേ ഒരു വെയിലിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെയിൽ ഒത്തു കഴിഞ്ഞപ്പോൾ അത് ചുരുങ്ങിപ്പോയി. അവിടെ മുതൽ മനുഷ്യൻ സ്വയപ്രയത്നത്തിലൂടെ നഷ്ടപ്പെട്ട ആ ദൈവതേജസ്സും ആത്മീയ അനുഗ്രഹങ്ങളും സ്വർഗീയമായിരിക്കുന്ന സന്തോഷവും തിരികെ പ്രാപിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ കർമ്മപരിപാടികളാണ് മതം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ മതത്തിൻ്റെ അനേക ചിട്ടവട്ടങ്ങളിലൂടെ മനുഷ്യൻ കടന്നുപോയി. നമ്മൾ ഒരു കാലത്ത് അങ്ങനെയൊക്കെ കടന്നുപോയതാണ്.
ലോകത്തിലെ സകലവിധ മതങ്ങളും കർമ്മങ്ങളിലൂടെ, പ്രവൃത്തികളിലൂടെ, പുണ്യപ്രവൃത്തികളിലൂടെ നമുക്ക് മോക്ഷം പ്രാപിക്കുവാനായിട്ട് കഴിയുമെന്ന് പഠിപ്പിക്കുന്നു. എല്ലാ മതവും അതെ. ക്രിസ്തു മതം, പ്രത്യേകിച്ച് കത്തോലിക്ക പോലെയുള്ള മതങ്ങൾ പറയുകയാണ് 7 കൂദാശകൾ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുന്ന കർമ്മമെന്നാണ്. ഈ 7 കൂദാശകൾ എന്ന കർമ്മത്തിലൂടെ നിനക്ക് വിശുദ്ധീകരണം പ്രാപിക്കാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും കനമുള്ള മതമായ യഹൂദ മതം പറയുന്നു 613 ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് വിശുദ്ധീകരണം പ്രാപിക്കാൻ പറ്റും. ഇസ്ലാം മതം പറയുന്നു 5 തൂണുകൾ. ബുദ്ധമതം പറയുന്നു അഷ്ടാംഗ മാർഗം. ഇങ്ങനെ ലോകത്തിലെ സകലവിധ മാർഗങ്ങളും ഒരു പ്രസംഗം പറഞ്ഞതുപോലെ നെല്ലിക്ക ചാക്ക് കെട്ടഴിച്ചു വിട്ടതുപോലെ ലോകത്തും മതങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആ മതത്തിൽ ഇതുപോലെ തന്നെ ഒത്തിരി കർമ്മമാർഗങ്ങളുണ്ട്. മനുഷ്യൻ തൻ്റെ മോക്ഷത്തിന് വേണ്ടി, തൻ്റെ വിടുതലിന് വേണ്ടി അനേക മാർഗങ്ങളുണ്ട്. അവൻ പുഴകൾ നീന്തി, കടലുകൾ താണ്ടി, പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച്, മലകൾ കയറി അനേക കർമ്മമാർഗങ്ങളിലൂടെ മോക്ഷപ്രാപ്തി ആഗ്രഹിച്ചെങ്കിലും അവനതൊന്നും ലഭിച്ചില്ല. അതിനെല്ലാം തിരുവെഴുത്തിൽ ശക്തമായ വാക്യങ്ങൾ ദൈവം നൽകി മനുഷ്യൻ പുണ്യപ്രവൃത്തികളിലൂടെ രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുമെന്ന് ആഗ്രഹിച്ചപ്പോൾ, വിശ്വസിച്ചപ്പോൾ തിരുവചനം പറയുന്നു മനുഷ്യൻ ചെയ്യുന്ന സകലവിധ പുണ്യപ്രവൃത്തികളും ദൈവത്തിന്റെ സന്നിധിയിൽ കാണപ്പെടുന്ന തുണി പോലെയാണ്. അനേകം പെരുന്നാളുകൾ, കർമ്മമാർഗങ്ങൾ, യാഗങ്ങൾ, യോഗങ്ങൾ, അനേക പെരുന്നാളുകൾ, തിരുനാളുകൾ എല്ലാം മനുഷ്യരെ ഹല്ലേലൂയ അവന്റെ വ്യർത്ഥമായിരിക്കുന്ന അവന്റെ ആ സംവിധാനത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാനായി ഇടയായിട്ട് അവസാനം ന്യായപ്രമാണത്തിന്റെ കുറെ നിയമങ്ങളും മനുഷ്യന് ലഭിച്ചു. അതിലൂടെ രക്ഷ പ്രാപിക്കാമെന്ന് വിശ്വസിച്ചു. ഇത് കൊടുത്താൽ മതിയല്ലോ, പിന്നെ എന്തിനാ മാത്രം മതിയല്ലോ, അതെടുത്തിട്ട് ഇത് കൊടുക്കും. ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവൻ കർത്താവിന്റെ കൃപയിൽ നിന്ന് വിട്ടുപോയി. ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വിട്ടുപോയി. തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റ് ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. സ്തോത്രം. പത്രോസ് ഇത് പറയുന്നത് 81 പേരുള്ള സെൻഹെദ്രീൻ സംഘത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് അപ്പോൾ അവരെ ന്യായവിസ്താരം നടത്തുക. ഇനി നാമത്തിൽ സംസാരിക്കരുത്, പ്രവർത്തിക്കരുത്, നസ്രയന്റെ പേരിന് ഉച്ചരിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭീഷണിപ്പെടുത്തുമ്പോൾ അവിടെ മുന്നിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് ഹല്ലേലൂയ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമം അല്ലാതെ മറ്റു ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. കാരണം മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഭൂമിയിൽ അവതരിച്ച ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. അനേക അവതാരങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ അവതാരങ്ങൾക്കും ഓരോരോ ലക്ഷ്യമുണ്ട്. പക്ഷെ ഒരവതാരവും പറഞ്ഞില്ല നിന്റെ പാപത്തിന് ഞാൻ പരിഹാരം വരുത്താമെന്ന് പറഞ്ഞ ഒരൊറ്റ അവതാരവും ഇല്ല ലോകത്തിൽ യേശുക്രിസ്തു അല്ലാതെ. ഹല്ലേലൂയ. യേശു പറഞ്ഞു ഹല്ലേലൂയ, ശുശ്രൂഷ സ്വീകരിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി സ്വന്തം ജീവനെ മറുവിലയായി നൽകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ഇരിക്കുന്നുണ്ട്. നീ അവൻ യേശു എന്ന് പേരിടണം. അവന്റെ പേരിന്റെ അർത്ഥം തന്നെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്നവനെന്ന. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ ദാസരൂപമെടുത്തു. മരണത്തിൽ ഏറ്റവും നീചമരണമായ ക്രൂശിത മരണത്തിന് അവൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഗബദ എന്ന കൽക്കതളത്തിൽ തല്ലി തകർക്കപ്പെട്ട് കാൽവരിയിലെ കൊലത്തളത്തിൽ 3 ആണികളിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യത്തിൽ നമ്മളുടെ പാപത്തിന് പരിഹാരമായി അവനൊരു അകൃത്യയാഗമായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. പത്രോസ് വിളിച്ചു പറഞ്ഞു 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. 6 മണി മുതൽ 9 മണി നേരം വരെ 3 ആണിമേൽ കണ്ടലാളാണെന്ന് തോന്നാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ. ഉത്തമഗീതത്തിൽ പറയുന്നു, എൻ്റെ പ്രിയൻ 10,000-ങ്ങളിൽ അതിസുന്ദരൻ,
ആ 10,000 അതിസുന്ദരനായിരുന്നവർ കണ്ടവർ മുഖം തിരിച്ചു കളയത്തക്കവണ്ണം വിരൂപനാക്കപ്പെട്ടു. അവൻ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. എൻ്റെ പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞു സ്വന്തം തോളിൽ തല ചായിച്ച് പ്രാണനെ വിട്ടു. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. നീ എനിക്കൊരു ശരീരം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താണലോകത്തിലേക്ക് വന്നവൻ, അവനെ തകർത്തു കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി പുത്രനെ തകർത്തുകൊണ്ട് കാൽവരിയിൽ സാധ്യമാക്കിയ രക്ഷ, അന്ധകാരത്തിൽ കിടന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് നമ്മെ സ്വന്തം മക്കളാക്കി മാറ്റി. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം അതിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണീൻ, ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ കർത്താവ് എത്ര വലിയ സ്നേഹം. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് താനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ടപ്പോൾ ഹല്ലേലൂയ, അനുഗ്രഹീതമായ ഏറ്റവും ഉന്നതമായ ഒരു പദവി കർത്താവ് നമുക്ക് നൽകി. പത്രോസ് എഴുതിയിരിക്കുന്നു, അന്ധകാരത്തിൽ നിന്നും നിങ്ങളെ അവന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. നമ്മുടെ പദവിയെക്കുറിച്ച് പറയുന്നു, നാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, ദൈവത്തിൻ്റെ സ്വന്തം ജനം. ഹല്ലേലൂയ. രാജകീയ പുരോഹിത ഗണം. ഹല്ലേലൂയ. ദൈവസഭയുടെ ഹല്ലേലൂയ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞാൽ, ഇതൊരു രാജകീയ പുരോഹിത ഗണമാണ്. നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചാൽ യഹൂദ മതത്തിന് തീറെഴുതി കൊടുത്തതായിരുന്നു രാജകീയ അധികാരങ്ങൾ. ലേവി ഗോത്രത്തിനും മാത്രം തീറെഴുതി കൊടുത്തതായിരുന്നു പുരോഹിത ശുശ്രൂഷ. ഒന്ന് അധികാരത്തിന്റെ ശുശ്രൂഷയാണെങ്കിൽ, ഒന്ന് അധികാരത്തിന്റെ പദവിയാണെങ്കിൽ, 2 ശുശ്രൂഷയുടെ പദവിയാണ്. അധികാരവും ശുശ്രൂഷയും ഒരുമിച്ച് സമന്വയിപ്പിച്ച് ദൈവസഭയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് പറയുക, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അധികാരവും ശുശ്രൂഷയും ഒരുമിച്ച് നമുക്ക് സമന്വയിപ്പിച്ച് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുക. ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പ്രാരംഭത്തിൽ കേട്ടു, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും. നിങ്ങൾ ഭൂമിയിൽ അഴിച്ചാൽ, ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് മത്തായി സുവിശേഷം 16-ാം അധ്യായം കർത്താവ് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണ് എന്നാണ് ജനം പറയുന്നത്. അവർ പറഞ്ഞു, ചിലർ മോശയെന്നോ, ചിലർ ഏലിയാവെന്നോ, ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നോ, ചിലർ രമ്യാവെന്നോ, ഇങ്ങനെ പല കാര്യങ്ങളും അവർ പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് ചോദിച്ചു, ഓക്കെ, നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവുകോൽ അതാണ് കേട്ടോ. യേശു ആരാണെന്നാണ് നമ്മൾ പറയുന്നത്. ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞു, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്നുള്ളത് ജഡരക്തങ്ങളുടെ ഒരു അഭിപ്രായമല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവം നൽകുന്ന ഒരു വെളിപ്പാടാണ്. സ്തോത്രം. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ വെളിപ്പാടുണ്ടല്ലോ, സഭയുടെ ബേസ് യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളത്, അല്ലെങ്കിൽ ദൈവം തന്നെ, അവർ സത്യ ദൈവവും നിത്യജീവനുമാണെന്നുള്ള വെളിപ്പാടിൻ്റെ പുറത്ത് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് ആ വിശ്വാസം പണിയപ്പെടേണ്ടത്. അപ്രകാരം വിശ്വാസം പണിയപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അന്ധകാര ശക്തിക്ക് ഒരിക്കലും ആധിപത്യം പുലർത്തുവാനായിട്ട് കഴിയുകയില്ല. അവൻ അഴിക്കാനുള്ള അധികാരമുണ്ട്, അവന് കെട്ടാനുള്ള അധികാരമുണ്ട്. സഭയ്ക്ക് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പേര് എക്ലേഷ്യ എന്നാണ്. എക്ലേഷ്യ എന്നത് ആദ്യമേ സഭയ്ക്ക് കൊടുത്തിരുന്ന പേരല്ല,
നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഏതൻസിലെ പാർലമെന്റിന് കൊടുത്തിരുന്ന ആദ്യ പേരാണ് എക്ലേസ്യ എന്നുള്ളത്. പാർലമെന്റിന് ചില നിയമങ്ങളെ പാസ്സാക്കുവാൻ, ചില നിയമങ്ങളെ പ്രാബല്യത്തിൽ വരുത്തുവാൻ ഒക്കെയുള്ള അധികാരി എന്ന നിലയിലാണ് എക്ലേസ്യ എന്ന പദം ഏതൻസിന്റെ പാർലമെന്റിന് ആദ്യമേ കൊടുക്കുന്നത്. ദൈവസഭ ഫോം ചെയ്തപ്പോൾ ഏറ്റവും മനോഹരമായിരിക്കുന്ന, ഏറ്റവും യോജിച്ച പേര് അവിടുത്തെ പാർലമെന്റിനല്ല, ദൈവസഭയ്ക്കാണ്. കാരണം ഇതിന് ചില അധികാരങ്ങളുണ്ട്. കെട്ടുവാനും അഴിക്കുവാനും, പാതാള ഗോപുരത്തെ തകർത്ത് തരിപ്പണമാക്കി ജനത്തെ ജയത്തോടെ മുന്നോട്ട് നയിക്കുവാനുമുള്ള ശക്തിയും കഴിവും പ്രാപ്തിയും എല്ലാമുള്ള ഭൂമിയിലെ ഏക പ്രസ്ഥാനമാണ് ദൈവത്തിൻ്റെ സഭ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് തന്നെ പറയുകയാണ്, ഈ പദവി കണ്ടിട്ട്, ഈ രാജകീയ പുരോഹിത ഗണം കണ്ടിട്ട്, ഗണമാണെന്നുള്ള ഉന്നതമായ പദവി കണ്ടിട്ട്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്നുള്ള ഉന്നത പദവി കണ്ടിട്ട് ദൂതന്മാർ കൊതിയോടെ കുനിഞ്ഞു നോക്കുക. എന്തൊരു വലിയൊരു പദവിയായത്! അല്ല, പ്രവാചകന്മാർ പെട്ടെന്ന് ആരാഞ്ഞു നോക്കിയെന്ന് എഴുതിയിരിക്കുന്നേ. ഇതെന്തൊരു പദവിയാ! നമ്മൾ കാണാത്ത, നമ്മൾക്ക് അനുഭവിക്കാത്ത, നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഈ അനുഗ്രഹീതമായ പദവി ലഭിച്ച ഈ ജനത്തെ ആരാഞ്ഞു പ്രവാചകന്മാർ നോക്കുമ്പോൾ ദൂതന്മാർ കൊതിയോടെ കുനിഞ്ഞു നോക്കുന്ന അനുഗ്രഹീതമായ പദവിയിലേക്ക് ആ കർത്താവ് നമ്മെ കയറ്റി നിർത്തിയിരിക്കുന്നത്. ഒരു യോഗ്യതയുമില്ലാതിരുന്ന ഇടത്ത് എന്താണ് നമ്മുടെ യോഗ്യത? എഫെസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളോ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ വീണ്ടെടുത്തു എന്ന് നമുക്ക് കാണാം. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടന്ന, അത് താഴേക്ക് 12-ാമത്തെ വാക്യം വരെ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ, ദൈവരാജ്യത്തിൽ നിന്ന് അന്യരായിരുന്നു, അകന്നുപോയവരായിരുന്നു, വാഗ്ദത്തത്തിന് അന്യരായിരുന്നു, പരദേശികളായിരുന്നു, ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു, ശാപത്തിൻ്റെ കീഴിൽ, പാപത്തിൻ്റെ കീഴിലെല്ലാം ആയിരുന്ന നമ്മെ കരുണ തോന്നി ദൈവം വീണ്ടെടുത്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഒരു കാര്യം കൂടി പറയട്ടെ. ഈ പദവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഓർക്കണം, നമ്മളുടെ യോഗ്യത കൊണ്ടല്ല ഈ പദവി ലഭിച്ചത്, കൃപയാൽ ലഭിച്ചൊരു പദവിയാണ്. അതുകൊണ്ട് അഹങ്കരിക്കാനോ ആധിപത്യം നടത്താനോ ഇതിന് അനുവാദം നമുക്ക് നൽകുന്നില്ല. നമ്മൾ കാണപ്പെടുന്ന ഒരു കാര്യം നോക്കിക്കേ, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പലരും മുഖ്യന്മാരായിരുന്നു. പൗലോസിനെ പോലെ ജ്ഞാനിയായ ഒരു മനുഷ്യനും, അതുപോലെ മത്തായിയെ പോലെ ടാക്സ് കളക്ടറായ ഒരു മനുഷ്യനും, ഇങ്ങനെ കുറച്ച് പേര് വ്യത്യസ്തരായിട്ടുണ്ടായിരുന്നെങ്കിലും വലിയ കൂട്ടം ശിഷ്യന്മാരായിരുന്നു, മുഖ്യന്മാരായിരുന്നു. അവരൊരുമിച്ച് കടലിൽ പോകുന്നു, മീൻ പിടിക്കുന്നു. അവരുടെ പടമെല്ലാം നിറഞ്ഞപ്പോൾ അടുത്തയാളെ വിളിക്കുന്നു, അവരും കൂടി കൂടി അത് ശേഖരിക്കുന്നു, കരയ്ക്ക് കയറിയിട്ട് വല കഴുകുന്നു, വല നന്നാക്കുന്നു, ഒന്നിച്ച് ജീവിച്ച് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചതാണ്. പക്ഷേ യേശു വിളിച്ച് വേർതിരിച്ച് ചില പദവിയെല്ലാം കൊടുത്തപ്പോഴത്തേന് അവർക്കൊരു പരിപാടി, ആരാ വലിയവൻ? മീൻ പിടിച്ച് നടന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. കർത്താവ് വിളിച്ച് ഈ വിശേഷമായ പദവി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ തർക്കമാ, ഞാനാണോ വലുത്, നീയാണോ വലുത്? നമ്മുടെ ഭാഷ പറഞ്ഞ റബ്ബർ വെട്ടി നടന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, തുമ്പപ്പണി എടുത്ത് നടന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. സ്തോത്രം. കർത്താവ് 10 വചനവും നൽകി, അത്യാവശ്യം കൃപയും നൽകി, വാക്കുകൂട്ടി സംസാരിക്കാനായിട്ട് കഴിവും തന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്തോ ആയിപ്പോയി എന്നങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് നമ്മുടെ തകർച്ചയുടെ ആരംഭമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ശൗലും ദാവീദും തമ്മിലുള്ള പ്രശ്നത്തിന് കാര്യം എന്താ? ആ ഗോലിയാത്തിനെ അടിച്ചൊക്കെ കൊന്നു പറഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ കന്യകമാരൊരു വാട്ട്, ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. എനിക്ക് 1000, മറ്റൊരു 10,000. അന്ന് തുടങ്ങിയതാ. എന്നേക്കാൾ കൂടുതൽ ആരെങ്കിലും നല്ലതാന്ന് പറഞ്ഞാൽ അന്നേരം തുടങ്ങും. ആത്മീയ ഗോളത്തിൽ പിശാച് കൊണ്ടുവരുന്ന വലിയൊരു തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ്, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിനല്ല, കൃപയാൽ നമ്മുടെ മേൽ വന്ന ഒരു അനുഗ്രഹീതമായ പദവിയാണ്. കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവിനോട് ചേർത്ത് പട്ടി ചെയ്തതാ, അതുകൊണ്ട് ലഭിച്ചതാ. എന്നെന്തെങ്കിലുമൊക്കെ ഫലം പുറത്തു വരുന്നുണ്ടെങ്കിൽ അത് ആ നാട്ടൊലിവിൻ്റെ മെച്ചം കൊണ്ടാ. കാട്ടൊലിവായത് എൻ്റെ എന്തെങ്കിലും ഗുണം കൊണ്ടല്ലെന്നുള്ളൊരു തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അന്ധകാരത്തിൽ നിന്നും അവിടുത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ഇനി ആ വിളിയുടെ ഉദ്ദേശം എന്താ? വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ.
സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ഇത്രത്തോളം വിളിച്ച് വേർതിരിച്ച് ഈ അനുഗ്രഹീതമായ പദവി നൽകി, നിത്യയുടെ പ്രത്യാശ അകത്തു നൽകി, എന്നെ ക്ഷേമമായി ആത്മാവിനെ നൽകി എന്നെ നടത്തുന്ന ആ വലിയവനായ നല്ലവനായ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. സ്തോത്രം എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കാനാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ജീവിതത്തിലെ നന്മകളെയൊക്കെ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. നമുക്കൊക്കെ പലപ്പോഴും സങ്കടം, എനിക്ക് മൈക്ക് കിട്ടുന്നില്ല, എനിക്ക് സ്റ്റേജ് തരുന്നില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് സുവിശേഷം അറിയിക്കുവാനുള്ള വഴികൾ തുറന്നു കിടക്കുക. ഞാൻ കഴിഞ്ഞ ഒരു പുസ്തകത്തിൽ വായിച്ചു, ഇന്ത്യയിൽ 7 ലക്ഷത്തിലധികം ഗ്രാമങ്ങളുണ്ട്. 3.5 ലക്ഷം ഗ്രാമങ്ങളിലെ ജനത്തിനും യേശു ആരാണെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ലോകത്തിൽ സഭകൾ ഒത്തിരിയുണ്ട്. പക്ഷെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഒരേ പട്ടണത്തിൽ തന്നെ മുട്ടിന് സഭ, പാസ്റ്റർമാർ തമ്മിൽ കൂട്ടിയടി, അവിടെ നിന്ന് ആൾ പിടിക്കുന്നു, ഇവിടെ നിന്ന് ആൾ പിടിക്കുന്നു. സുവിശേഷം അറിയാത്ത, കടന്നു ചെല്ലാത്ത അനേക പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എവിടെയെങ്കിലും ചെന്ന് സുവിശേഷം പറയാൻ ആർക്കും താല്പര്യമില്ല. ആരെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് പോയതിനെ ഈ അക്വേറിയത്തിനകത്ത് കിടക്കുന്ന മീനിനെ കൈയിട്ട് പിടിക്കാൻ എളുപ്പമാണ്. ഇതുപോലെ ചൂണ്ടയിട്ട് അല്ലെങ്കിൽ വലയെറിഞ്ഞ് കടലിൽ ചെന്ന് വലയെറിഞ്ഞ് പിടിച്ചുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അതിന് ഏറ്റവും നല്ല പരിപാടി, ഇപ്പോൾ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് ഞാൻ സങ്കടത്തോടെ പറയട്ടെ, സുവിശേഷ വേലയല്ല, തൊഴുത്ത് മാറ്റി കിട്ടുന്ന പരിപാടിയാണ്. അപ്പുറത്തെ തൊഴുത്തുള്ള ആടിനെ പിടിച്ച് ഇപ്പോഴത്തെ തൊഴുത്തിൽ കിട്ടുക. എന്നാൽ ഇപ്പോഴത്തെ തൊഴുത്തിനെ ആടിനെ വെച്ചൊന്ന് മറ്റവൻ പോകും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാം. ഹല്ലേലൂയ. സുവിശേഷം അറിയാത്ത അനേക ഇടങ്ങളുണ്ടെന്നേ. ഇവിടെ പറയുന്നു, അവൻ്റെ സൽഗുണങ്ങൾ ഘോഷിപ്പാനാ വിളിച്ചേ. അത്യന്തികമായി സഭയുടെ ദൗത്യം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളും. നീ ലോകമെമ്പാടും പോയി, നമ്മൾ ബോർഡ് വെക്കും, കടന്നു വരുവീൻ, അനുഗ്രഹം പ്രാപിപ്പീൻ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പോകുകയും സൂചന അറിയിക്കുന്ന, നമ്മൾ പറഞ്ഞു വരുകയും കേൾക്കുകയും, അതല്ല നടക്കുന്നത്. സ്തോത്രം. അല്ലല്ല, ഞാൻ ഇങ്ങനെ പ്രകാരമുള്ള മീറ്റിങ്ങിനെ കുറിച്ചല്ല. ഇങ്ങനെ വരണം, ശക്തി പ്രാപിക്കണം, ബലം പ്രാപിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ ഇവിടെ ചടഞ്ഞു കൂടിയിരിക്കരുത്. പ്രാപിച്ച അഭിഷേകവുമായി ശക്തിയുമായിട്ട് ഹല്ലേലൂയ ഈ ലോകത്തിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പ്രസംഗിക്കാൻ കിട്ടിയില്ല എന്നുള്ള വിഷമങ്ങളെല്ലാം മാറും. നമുക്ക് ഇഷ്ടംപോലെ ജനത്തോട് സംസാരിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ അതിന് വില കൊടുക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഒരു പക്ഷേ അടിയേൽക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ ഒരിക്കൽ പാലക്കാടായിരുന്ന സമയത്ത് ഒരു മീറ്റിങ്ങിന് വേണ്ടി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക. ഒരാളോട് ഞാൻ സാറെ കണ്ടിട്ട് കുറേ സമയമല്ലോ എന്ന് പറഞ്ഞ് ഒരാൾ ഓടി വന്നു. കയ്യിൽ 2-3 ലോട്ടറി ഉണ്ട് കയ്യിൽ. ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ മടിയിൽ വെച്ച ചെങ്ങാഴി പോയി. എന്നിട്ട് അയാൾ ദൂരം വിട്ടൊന്നും പോയില്ല, ഞാൻ എഴുതിട്ട് പോകുന്നില്ല. അയാൾ നോക്കി അങ്ങനെ നിന്ന്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ വേറെ ആളെടുത്തുകൊണ്ട് ഈ ലോട്ടറി കൊണ്ടേ കൊടുത്തു. വേറെ അടുത്ത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേതോ. എല്ലാവരും ഇങ്ങനെ ആട്ടി ഓടിക്കുക. എങ്കിലും ഇയാൾ ഇത് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ ഓർക്കുക, അത് വിറ്റാൽ ഒരു പക്ഷേ 10 രൂപയായിരിക്കും അങ്ങനെ കിട്ടുന്നത്. സ്തോത്രം. ഈ 10 രൂപ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്രത്തോളം ആട്ടും തുപ്പും കേട്ടിട്ട് ഇവന് ഒരു മടിയില്ല, ഒരു ലജ്ജയില്ല. സ്തോത്രം. ഹല്ലേലൂയ. സർവ്വലോകത്തേക്കാൾ മൂല്യമുള്ള ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ കുറിച്ച് ആരോടും പറയാൻ നമുക്ക് ചമ്മൽ. ഞാനോട് ഓർക്കും, എൻ്റെ ദൈവം, എൻ്റെ ഗതികെട്ട അവസ്ഥ എന്തൊരവസ്ഥയാണ്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചത്. അപ്പം നമുക്ക് തൊലി പൊളിഞ്ഞു. അയ്യോ വേണ്ട, യേശുവിനെ കേൾക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളങ്ങ് എന്നാ പറയുന്നത്, ഇത്രത്തോളം നാണക്കേട് ഉണ്ടാകാനായിട്ട്. സ്തോത്രം. നമ്മളെ പറഞ്ഞാൽ നമ്മുടെ ഈഗോ എഴുന്നേക്കും. അതുകൊണ്ടാണ് മിണ്ടാത്ത. സ്തോത്രം. എന്തിനാ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചർച്ച ചിലപ്പോൾ പറയാനുള്ള കാര്യമാണ്. ഇപ്പം കോവിഡ് പോലുള്ളൊരു മഹാമാരി വന്നു ഉണ്ടായെന്ന് വിചാരിക്കേ. അതിനൊരു മരുന്ന് ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ യദു ബ്രദർ അതിനൊരു മരുന്ന് കണ്ടുപിടിച്ചെന്ന് വിചാരിക്കും. ഈ ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ ആ രോഗം മാറാനായിട്ട്. പക്ഷേ യദു ബ്രദർ ഒരു മനുഷ്യനും ഈ മരുന്ന് പറഞ്ഞു കൊടുക്കത്തില്ല. ചുറ്റുവട്ട ആൾക്കാർ മരിച്ചു വീഴുക. അവസാനം അറിഞ്ഞ് ഈ പുള്ളിക്ക് ഇതിൻ്റെ മരുന്നറിയാമെന്ന് നാട്ടുകാർ വന്ന് കൈകാര്യം ചെയ്യല്ലേ. പറ, നാട്ടുകാരെങ്ങനെ പ്രതികരിക്കും ഈ മനുഷ്യനോട്? ഉദാഹരണം കേട്ടോ. ലോകത്ത് പാപത്തിൽ മനുഷ്യൻ മരിച്ചു വീഴുക.
അനേക മാർഗങ്ങൾ അവലംബിച്ചിട്ടും അവന് രക്ഷയില്ല, രക്ഷ ലഭിക്കുന്നില്ല. സ്തോത്രം. നമുക്കറിയാം മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തിന്റെ ഉത്തരം യേശു മാത്രമാ. നീ പാപിയാണോ? വിടുതൽ യേശുവിന്റെ കയ്യിൽ നിന്നാ. നീ രോഗിയാണോ? വിടുതൽ യേശുവിന്റെ കയ്യിൽ നിന്നാ. നിനക്ക് നിത്യജീവൻ വേണോ? നിനക്ക് യേശു മാത്രമാ. പക്ഷെ ഞാൻ ആരോടും കൊണ്ടൂല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. നല്ലത് നമ്മുടെ രക്ഷ ഭദ്രമാണ്. കർത്താവ് വിളിച്ചു, കർത്താവ് നമ്മെ വേർതിരിച്ചു. ഹല്ലേലൂയ. റോമലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. കർത്താവിൻ്റെ മുൻ നിർണയത്തിനകത്ത് പെട്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ. അങ്ങനെ മുൻനിർണയത്തിൽ പെട്ടവരെയാണ് കർത്താവ് വിളിച്ചത്. വിളിച്ചവരെ കർത്താവ് നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ പറയുന്നുണ്ടോ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയൊക്കെ നേരത്തെ എഴുതി വെച്ചതാണ്, ഇനിയിപ്പം അതിനൊന്നും മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഹിന്ദുക്കളാണെങ്കിൽ പറയും ഇത് എൻ്റെ തലയെ വരച്ചതാണ്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എൻ്റെ എന്നാ പറയുന്നത്, നമ്മൾ എഴുതുന്നൊരു സാധനമുണ്ടല്ലോ, അത് തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണോ? ഇപ്പം നോക്കിക്കേ, എനിക്ക് 7 മണി മുതൽ 8 വരെയുള്ള സമയമാണ് അനുവദിച്ചു തന്നിരിക്കുന്നത്. അബ്രഹാം പാസ്റ്റർ, ഷാജി പാസ്റ്ററൊക്കെ പ്രാർത്ഥിച്ച് 1.5 മണിക്കൂർ സമയം എനിക്ക് തന്നിരിക്കുക. എൻ്റെ 1.5 മണിക്കൂർ മുൻനിർണയിച്ച് വെച്ചിരിക്കുക. സ്തോത്രം. ഈ മൈക്കെൻ്റെ കയ്യിൽ തരുമ്പോൾ ഇവിടെ ഹൃദയത്തിനകത്തൊരാഗ്രഹമുണ്ട്. ദൈവജനത്തിൻ്റെ ആത്മീകമായ വർധനയ്ക്കും അവർ കർത്താവിനോട് കൂടുതൽ അടുത്തു വരുന്നതിനും ആത്മാവിൽ നിറയുന്നതിന് ആവശ്യമായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ദൈവിക സന്ദേശം അവർക്ക് കൊടുക്കണം. ആ ഒരു ഉത്തരവാദിത്വത്തോടെ മൈക്ക് തന്നെ വിട്ടിരിക്കുക. 8:30 വരെയുള്ള സമയം മുൻനിർണയിച്ചിരിക്കുക. വേണമെങ്കിൽ 8:15 എനിക്ക് നിർത്താം, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെക്കുറിച്ച് മുൻനിർണയിച്ചിട്ടുണ്ട്. പക്ഷെ ആ നിർണയത്തിനകത്ത് വരാതെ നമുക്കിഷ്ടമുള്ള പോലെ പരിപാടി അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല. ദൈവം നമ്മുടെ രക്ഷയെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് മുൻനിർണയിച്ചിട്ടുണ്ടെങ്കിലും നാശത്തിലേക്ക് പോകണോ വേണ്ടതെന്ന് ഞാനും നിങ്ങളോ തീരുമാനിക്കുന്നത്. ആ രക്ഷ നിലനിൽക്കണോ, ആ മുൻനിർണയം പൂർത്തീകരിക്കണോ, അതിനുവേണ്ടി സഹകരിക്കണോ, അത് ഇടയ്ക്ക് വെച്ച് മൈക്കും താഴെ വെച്ച് പോകണോ, അത് നമ്മളുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് മുൻനിർണയത്തിൻ്റെ പേര് ദൈവത്തെ കുറ്റപ്പെടുത്താനായിട്ട് ആർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഒരു ദിവസം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാൻ എൻ്റെ സഭയെ പണിയും. നമ്മൾ വെറും പണിക്കാർ മാത്രമാണ്. അമ്മേ. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനം നമ്മൾ വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭ 4, 5, 6, 7 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് 10 ദിവസം അവരോട് 40 ദിവസം അവരോട് കൂടെ നടന്ന കർത്താവ് അവരോട് പറയാണ് സ്വർഗത്തിലേക്ക് കർത്താവ് പോകുന്ന കാര്യവും പോയിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുന്ന കാര്യമൊക്കെ കർത്താവ് അവരോട് പറഞ്ഞിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, യോഹന്നാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം നൽകി, ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ പരിശുദ്ധാത്മാവിനാലും തീയാലും നിങ്ങൾ സ്നാനം ഏൽക്കും. അവർ പറഞ്ഞു, കർത്താവേ രാജ്യം സ്ഥാപിച്ചു തരുന്ന എപ്പോഴാണെന്നൊന്ന് പറഞ്ഞു തരണം. കർത്താവ് വളരെ ഗൗരവമായിട്ട് പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്നാണ് രാജ്യം സ്ഥാപിക്കുക? എന്നിട്ട് വേണം എനിക്ക് ഇടത്തിരിക്കുന്നു മറ്റൊന്ന് വലതിരിക്കാനും ഉള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് എൻ്റെ അവസരം എപ്പോഴാണ് വരുന്നത് ചോദിക്കുക. കർത്താവ് ഒരു ശാസന രൂപേണ അവരോട് പറഞ്ഞു, അത് പിതാവിൻ്റെ പക്കലിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പിതാവിൻ്റെ നിശ്ചയത്തിലിരിക്കുന്ന കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ടോ യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും സമരിയായിലും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികൾ. ദ പവർ, അത് നിങ്ങളുടെ മേൽ വരുമ്പോൾ 2 കാര്യം സംഭവിക്കും. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. 2, നിങ്ങളെൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവ് 2 കാര്യം സംഭവിക്കും. 1 ശക്തി, അടുത്തത് അവൻ സാക്ഷിയായി മാറും. തൻ്റെ ജീവൻ കൊണ്ട് തന്നെ ജീവിതം കൊണ്ട് തന്നെ യേശുവിനെ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവശക്തി പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ തിരുവചനത്തിൽ എവിടെ നമ്മൾ വായിച്ചാലും ഇതിനെ ഗ്രീക്കിൽ പറയുന്നത് ഡുനാമിസ് പവർ എന്ന, നമുക്ക് താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത വലിയ ശക്തിക്കാണ് ഡുനാമിസ് പവർ എന്ന് പറയുന്നത്.
പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഈ അത്യന്ത ശക്തി, ഈ ഡുനാമിസ് പവർ നിന്റെ മേൽ വരുമെന്ന അതിൻ്റെ അർത്ഥം. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രണം നമ്മുടെ മേൽ വന്നു. എന്നാൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ചരിത്രം മാറാനിടയായി തീർന്നു. ദേവാലയത്തിൽ ചെന്നു, തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിച്ചു, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിവൃത്തിയായി എന്ന് പറഞ്ഞു, പുസ്തകം മടക്കി കൊടുത്തു. പിന്നെ ദേവാലയത്തിൽ പിശാച് ബാധിച്ചവനെ സൗഖ്യമാക്കി. ഇതിനു മുമ്പ് ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ആത്മാവിൻ്റെ നിറവോടെ ദേവാലയത്തിനകത്ത് ചെന്നപ്പോൾ അകത്തും മുറക്കൾ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പിന്നെ അത്ഭുതത്തിൻ്റെ ഘോഷയാത്രയാ യേശുവിൻ്റെ യാത്രയിൽ. ഹല്ലേലൂയ. അവനെ തൊട്ടാലും അവൻ തൊട്ടാലും സൗഖ്യമാണ്. ഹല്ലേലൂയ. ഈ ഇലക്ട്രിക് കമ്പി വെട്ടി വീണ് നമ്മുടെ ദേഹത്ത് വീണാലും ഷോക്ക് അടിക്കും, അങ്ങോട്ട് ചെന്ന് പിടിച്ചാലും ഷോക്ക് അടിക്കും. ഇതുപോലെയാണ്. ഹല്ലേലൂയ. അവനെ തൊട്ടാലും അവൻ തൊട്ടാലും സൗഖ്യം. മരിച്ചുപോയതിനെ മടങ്ങുക എന്ന് പറയുമ്പോൾ സൗഖ്യം. അടങ്ങ് ശാന്തമാകുക എന്ന് പറഞ്ഞാൽ പ്രകൃതി അടങ്ങുന്നു, കാറ്റടങ്ങുന്നു, കടലൊതുങ്ങുന്നു. ആമേൻ, ഹല്ലേലൂയ. പുറത്തു പോകാൻ പറഞ്ഞാൽ പൈശാചിക മണ്ഡലങ്ങൾ തകർന്ന്, പൈശാചിക ബാധ ഒഴിഞ്ഞ, പിശാചിൽ നിന്ന് മോചനം പ്രാപിച്ച് ജനം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. കുഷ്ഠരോഗി സൗഖ്യമാകുന്നു, അന്ധൻ കാഴ്ച പ്രാപിക്കുന്നു. എപ്പോൾ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്നും മടങ്ങിയെന്നു. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രണം നന്നായിട്ട് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാൻ നമ്മെ സഹായിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ നമ്മെ ശക്തീകരിക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് 1-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു. ശിഷ്യന്മാർ മടങ്ങി ആ മാളിക മുറിയിലേക്ക് വന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ആ കാലത്ത് 120 പേരുള്ള ഒരു സംഘം ഒരുമിച്ച് കൂടി. ആരാ? ഈ സംഘത്തിൻ്റെ കാര്യമാണ് പറയണേ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. പരിശുദ്ധാത്മാവില്ലാത്ത കൂട്ടത്തെ എല്ലാം ബൈബിൾ പറയണത് സംഘം എന്നാണ്, സഭയല്ല. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് ഈ സംഘം സഭയായിട്ട് മാറിയത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവില്ലാത്ത സകലവിധ കൂട്ടത്തിൻ്റെയും പേര് സംഘം എന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ സംഘമായി തീരരുത്, ആത്മാവിൻ്റെ നിറവുള്ള ദൈവ സഭയായിട്ട് മാറണം. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ കാണാം, പെന്തക്കോസ്ത് നാൾ വന്ന 2-ാമത്തെ അധ്യായം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അതിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അത് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ കൊടുത്തതുപോലെ അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പല രീതിയിലുള്ള പ്രതികരണം. ചിലർ പറഞ്ഞു വെള്ളം അടിച്ച്, രാവിലെ തന്നെ വീഞ്ഞും കുടിച്ച് എന്തോ പിച്ചും കൈയും പറയുക. അന്യഭാഷ കേട്ടോ, സ്തോത്രം. ചിലർ പറയുന്നു പരിഹസിച്ചു, ചിലർ ആശ്ചര്യപ്പെട്ടു, ചിലർ പറയുന്നു ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളാണല്ലോ അവർ പ്രസ്താവിക്കുന്നത്. ചിലർ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്ന് ആദിമ സഭയിൽ പറഞ്ഞ അന്യഭാഷ എല്ലാവർക്കും മനസ്സിലായി. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം. എല്ലാവർക്കും മനസ്സിലായോ? എന്നിട്ടാണോ ലഹരി പിടിച്ച് വീഞ്ഞു കുടിച്ചും പിച്ചും പെയ്യും പറയാമെന്ന് പറഞ്ഞത്? മനസ്സിലായിട്ടാ? ഇല്ല. പരിഹസിച്ചവൻ ഇത് മനസ്സിലായിട്ടാണോ പരിഹസിച്ചത്? അല്ല. ആശ്ചര്യപ്പെട്ടവൻ എന്തോ മനസ്സിലായി. പക്ഷേ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളാണ് പറയുന്നതെന്ന് മനസ്സിലായത്. ഹല്ലേലൂയ, കാര്യമെന്നു മനസ്സിലായ 3000 പേർക്കാണ്. ലോകത്തിൽ ഈ പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ 3 പെരുന്നാളുകളിൽ ഒന്ന് പെസഹ, 2-ാമത്തത് പെന്തക്കോസ്ത്, 3-ാമത്തത് കൂടാരത്തിരുന്നാൾ. അതിനിടയ്ക്ക് കുറേ പെരുന്നാളുകളുണ്ട്. അതിലൊന്നും അത്ര വലിയ പ്രാധാന്യം, അവരെ സംബന്ധിച്ച പ്രാധാന്യമാണ്. പക്ഷേ ഏറ്റവും, കാരണം ഈ ലോകത്തിലെ ഏത് സ്ഥലത്ത് പോയി ചിതറിപ്പറക്കുന്ന യഹൂദനും ഈ 3 പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി യെരുശലേമിൽ വന്നേ പറ്റൂ. എല്ലാ പുരുഷ പ്രജയും വന്ന് ആ പെരുന്നാളിൽ പങ്കെടുക്കണം. അങ്ങനെയെങ്കിൽ ഈ പെസഹായുടെ അബീബ മാസം 10-ാം തീയതി നടക്കുന്ന, 14-ാം തീയതി നടക്കുന്ന ഈ പെസഹായുടെ പെരുന്നാൾ
അതിന് വന്നിട്ട് 3-ാമത്തെ മാസത്തിൽ നടക്കുന്ന പെന്തക്കോസ്ത് പെരുന്നാളും കൂടിയിട്ട് ദൂരെ നിന്നുള്ള യഹൂദന്മാരും മടങ്ങി പോകത്തുള്ളൂ. വലിയ ഒരാൾക്കൂട്ടം എവിടെയുണ്ട്? യെരുശലേമിലുണ്ട്. അവർ കാത്തിരിക്കുന്നു. കാരണം എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കുവാൻ പറഞ്ഞതാ. ഹല്ലേലൂയ. ഒരു മാനസാന്തരപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ ആത്മാവിൻ്റെ മുദ്രണം വന്നതാണ്. ആത്മാവിൻ്റെ ചിലർ ചോദിക്കുന്നുണ്ടോ, ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ വല്ലവരും ബൈബിൾ കോളേജിൽ പഠിച്ചോ? ആണോ? അല്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, യേശുവിൻ്റെ ശിഷ്യന്മാർ പഠിച്ച പോലെ പഠിച്ചതാരാ? ഏത് ബൈബിൾ കോളേജിലാണ്? അവരെ പഠിപ്പിച്ച ആൾ ഏതെങ്കിലും പാസ്റ്ററല്ല, സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. 3.5 വർഷത്തെ കോഴ്സ്. സ്തോത്രം. അല്ലെങ്കിൽ പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന യേശു തന്നെ. 5 അപ്പം എടുത്ത് വാഴ്ത്തിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇരുത്തിയത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചവരെ കൊണ്ട്. സ്തോത്രം. ഈ 2 പേരായിട്ട് വിവിധ ഗ്രാമങ്ങളിലേക്ക് അയച്ച് പോയി ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞു. പരിശീലനം മാത്രമല്ല, പിന്നെ തിയറി ക്ലാസ് മാത്രമല്ല, പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ബൈബിൾ പഠിച്ച ഏതെങ്കിലും പഠിപ്പിച്ച ബൈബിൾ കോളേജ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഇതെല്ലാം പഠിച്ചവരോട് പറയുക, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഇത് നല്ലതാ, അതിൻ്റെ അറിവും കഴിവെല്ലാം ഉണ്ട്. പക്ഷെ നിന്നെ ഗ്രാമത്തിലേക്ക് അയക്കുക. ഞാൻ കൽപ്പിച്ചൊക്കെ പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട് ചിലരെ ശിഷ്യരാക്കാൻ വേണ്ടി നിങ്ങളെ പുറത്തേക്ക് അയക്കുക. അതിന് തിയറി മാത്രം പോരാ, ശക്തി കൂടി വേണം. ഹല്ലേലൂയ. തിയറി വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. തിയറി അറിയാത്തവൻ ശക്തി കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ബൈബിള് പഠിക്കാത്തവൻ എന്നെ ശക്തി കാണിക്കാനോ? ശക്തിയൊക്കെ കാണിക്കാം. സ്തോത്രം. പൗലോസിന്റെ തന്നെ സുവിശേഷ വേല നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുകയും, അപ്പോസ്തല പ്രവർത്തനത്തിൽ പൗലോസിന്റെ മാനസാന്തരം മുതൽ സുവിശേഷ വേല പൗലോസ് വിവിധ രീതികളിലാണ് ചെയ്തത്. അഥേനയിൽ ചെല്ലുമ്പോൾ അവിടെ അനേക വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അജ്ഞാത ദേവന്റെ ബലിക്കൽ എന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടു, അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ കണ്ടു. അതിനെ ആസ്പദമാക്കി അവരോട് പറഞ്ഞു, യേശു ക്രിസ്തുവിലേക്ക് അവരെ നയിച്ചു. വീണ്ടും യഹൂദ ദേവാലയത്തിൽ ചെന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് സംസാരിച്ചു. അതിന് തിരുവെഴുത്ത് പഠിക്കണം. യഹൂദന്മാരിടയിൽ ന്യായപ്രമാണം അറിയുന്ന, അതിന് പ്രാഗൽഭ്യം നേടിയ, മശിഹായെ കാത്തിരിക്കുന്ന യഹൂദന്മാരുടെ അടുത്ത് എന്തെങ്കിലും പിച്ചുപോയും പറഞ്ഞിട്ട് കാര്യമില്ല. യേശു തന്നെയാണ് നമ്മൾ കാത്തിരുന്ന ക്രിസ്തു എന്ന് അവരുടെ മുന്നിൽ തെളിയിച്ചു. തിരുവെഴുത്തുകളെ ആധാരമാക്കി. ആമേൻ. അങ്ങനെയെങ്കിൽ തിരുവെഴുത്ത് പഠിച്ച് പറ്റൂ. ആമേൻ. എന്നാൽ കൊരിന്ത്യയിൽ ചെല്ലുമ്പോൾ പൗലോസ് പറയാണ്, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല കേട്ടോ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനമായിരുന്നു എൻ്റെ ശുശ്രൂഷ. സ്തോത്രം. ജാതികളുടെ ഇടയിൽ ചെന്നിട്ട് തിരുവെഴുത്ത് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ട് പൗലോസ് അവിടെ തൻ്റെ കൃപാവരത്തെ പൗലോസ് ഉപയോഗിച്ചു. എഫെസോസിൽ അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്തു. ഹല്ലേലൂയ. ആ സാഹചര്യവും നാടിൻ്റെ പ്രത്യേകതയും ജനത്തിൻ്റെ പ്രത്യേകതയും അനുസരിച്ച പൗലോസ് ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് എങ്ങോട്ടാണ് അയക്കുക അവിടെ എല്ലാം കർത്താവ് തരും എന്നൊക്കെ സത്യമാണ്. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ കർത്താവ് തരുമെന്ന് പറഞ്ഞ് ബൈബിളും വായിക്കാതെ സ്റ്റേജിൽ കയറുന്ന എന്നാ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമുക്ക് വെളിപ്പാടുകളിലൂടെ നമ്മളെ നയിക്കും, സത്യമാണ്. പക്ഷെ അതെല്ലാം തിരുവെഴുത്തിനോട് ബന്ധപ്പെട്ട. ചില പറയും, ഞാൻ ഡോക്ടറിൻസ് പഠിപ്പിക്കാനല്ല വന്നേ. ഹല്ലേലൂയ. ഡോക്ടേഴ്സ് പഠിപ്പിക്കാനല്ല വന്നേ. പക്ഷെ എൻ്റെ പ്രസംഗം ഡോക്ടറിൻസിനകത്തല്ലെങ്കിൽ ക്രിസ്തു ശാസ്ത്രം, ക്രിസ്തോളജി, ഇത് ഞാൻ ഇതിനകത്തു നിന്നല്ല പ്രസംഗിക്കുന്നത്. അമ്മയില്ലാതെ മകനുണ്ടാവുമോ? തിയോളജി ഇല്ലാതെ പ്രസംഗിക്കുന്ന പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മേ എന്നൊക്കെ പറഞ്ഞു കളയും. അമ്മേ. ഹല്ലേലൂയ. തിയോളജി അല്ല പ്രസംഗിക്കുന്നെങ്കിലും നമ്മുടെ പ്രസംഗം ദൈവവചനത്തിൻ്റെ ആ കറക്റ്റ് ആ ബേസിനകത്ത് മാത്രമേ ആകാവുള്ളൂ. അല്ലാത്തതിന് പറയുന്ന പേരാ ദുരുപദേശം. സ്തോത്രം. ഇതിന് പറയുന്ന പേരാ പഥ്യ ഉപദേശം. അത് ഡോക്ടറിനോട് ബന്ധപ്പെട്ട പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിശ്ചയമായിട്ടും അതിനോട് കണക്ട് ചെയ്തേ തരത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും സാത്താൻ മനുഷ്യനെ ലജ്ജിപ്പിക്കുവാൻ
ചിലപ്പോൾ വ്യാജമായ ദർശനങ്ങൾ തരാനായിട്ടും സാധ്യതയുണ്ട്. കാരണം സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ച പൗലോസ് പറയാണ്, എനിക്കൊരു ഭയം. എന്നാ? മരണത്തെയല്ല എൻ്റെ ഭയം, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് മാറിപ്പോകുമോ, ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകുമോ, ക്രിസ്തുവിൻ്റെ പത്യോപദേശത്തിൽ നിന്ന് മാറിപ്പോകുമോ, അങ്ങനെ ഒരു വഷളായി നശിച്ചു പോകുമോ എന്ന ഒരു ഭയം എൻ്റെ ഉള്ളിൽ. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു. ഒരു അന്യഭാഷയിൽ സംസാരിച്ചു. ആശ്ചര്യപ്പെട്ടു. ചിലർ അടുക്കൽ വന്നിട്ട് ആശ്ചര്യത്തോടെ ചോദിക്കുമ്പോൾ, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അവരോട് വിളിച്ചു പറയുന്നു, ആമേൻ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും. ഇത് പ്രസംഗിച്ചത് പത്രോസ്, സ്തോത്രം. പക്ഷെ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ചെന്നപ്പം സ്നാനപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് വന്ന്, സ്തോത്രം. കൂടെ ചോദിക്കുക, ആദിമ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ആദ്യമേ ഈ പെന്തക്കോസ്ത് നാളിൽ യഹൂദന്മാരുടെ മേൽ, യഹൂദ മതാനുസാരികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഈ പരിച്ഛേദരായ മനുഷ്യന്റെ മേൽ പരിശുദ്ധാത്മാവിനെ ഒന്നേ സ്നാനപ്പെടുത്തുന്നതിന് എന്ത് തടസ്സം? ഇനി വെള്ളം വിലക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പറയാറുണ്ട്, ആദ്യമേ പരിച്ഛേദന ഏറ്റവും വന്ന് നീ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് പറയാറുണ്ട്, സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് സ്നാനപ്പെട്ടവരുടെ മേൽ വരുമെന്ന്, പാപം രക്ഷിക്കപ്പെട്ട് പാപം ഏറ്റു പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്ന് പറഞ്ഞു. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ സ്നാനമേൽക്കാതെ തന്നെ പരിശുദ്ധാത്മാവ് വന്നു. മറ്റൊരു കാര്യം, ഞാൻ സ്നാനമേറ്റിട്ടില്ല, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി സ്നാനപ്പെടാതിരിക്കാൻ ഒരു വ്യവസ്ഥയില്ല. ഇവരെ സ്നാനം വിലക്കാൻ ഇനി ആർക്ക് കഴിയുമെന്നാണ് ചോദിച്ചത്. അങ്ങനെ അപ്പോൾ സ്നാനത്തിൽ നിന്ന് ഒഴിവാകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും ദൂരസ്ഥരായ സകലർക്കും വേണ്ടിയുള്ള വാഗ്ദത്വം അതിനകത്ത് നമ്മളുണ്ട്. അത് നമ്മളൊന്നും ഇല്ലായിരുന്നു. ദൂരസ്ഥരായിരുന്ന കർത്താവിന്റെ കൃപയിലേക്ക് വിളിച്ച നമ്മൾക്കും നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്വമായിട്ട്, സ്തോത്രം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ നേരത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും പറയട്ടെ. അന്യഭാഷ ഇത് ഭയങ്കര പ്രതിസന്ധിയിലേക്കാക്കിയിരിക്കുക. കാരണം നമ്മളെല്ലാം കത്തോലിക്ക പോലുള്ള മതങ്ങളിൽ നിന്ന് വന്ന് പരിശുദ്ധാത്മാവ് എന്നാന്നറിയാൻ മേലാതെ പണ്ടരം പറഞ്ഞ ലഹരി പിടിച്ചെന്തോ പിച്ചും പേയും പറയുന്നതാണെന്നുള്ള കൂട്ടത്തിൽ നിന്നാണ് വന്നേ. അതൊന്നും ഇതുവരെ ഇതിനകത്തൊന്നും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് ഓരോരുത്തർക്കും അറിയാവുള്ളൂ. ഹല്ലേലൂയ. അന്യഭാഷയ്ക്ക് 3 കാര്യങ്ങൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഉണ്ടെങ്കിലും വായിച്ചു. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം കിട്ടിയത് വേഗം വായിക്കും കേട്ടോ. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. എന്താണത് പറയുന്നത്? വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവർ കാണുക, അതിനകത്തിരിക്കുന്ന സ്റ്റാമറിങ് ടങ്സ്, വിക്കി വിക്കി പറയുന്ന അധരങ്ങളിലൂടെ ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. അവിടെ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് സ്റ്റാമറിങ് ടങ്സ്. ഇനി നമ്മളിപ്പോൾ വായിച്ച പുസ്തക പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അവിടെ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവർ നോക്കുക, അവിടെ കൊടുത്തിരിക്കുന്നത് അതർ ടങ്സ്. അതർ ടങ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ മദർ ടങ്സ്, നമ്മുടെ മദർ ടങ്സ് മലയാളമാണ്. അതർ ടങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാതൃഭാഷയല്ലാത്ത മറ്റു ഭാഷ, അതിനാണ് അതർ ടങ്സ് എന്ന് പറയുന്നത്. പക്ഷെ മലയാളത്തിൽ അന്യഭാഷ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടില്ല. ആ ട്രാൻസ്ലേഷൻ അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ അയ്യോ അവിടെ വിക്ക് ഇവിടെ ഇങ്ങനെ നമ്മൾ കൺഫ്യൂഷനായി കിടക്കുക. അവിടെ കൊടുത്തിരിക്കുന്നത് അതർ ടങ്സ്, നമ്മൾ പറയാത്ത അതാണ്. അവർ ആ അതർ ടങ്സിൽ അവർ ഉപയോഗിച്ചപ്പോൾ ലോകത്തിലെ 18 രാജ്യങ്ങളിൽ നിന്ന് വന്ന ജനങ്ങൾ അവരവരുടെ ഭാഷയിൽ കേൾക്കുവാനിടയായി തീർന്നു. ഇവർ പറഞ്ഞത് അവരുടെ ടങ്സിൽ അവർ സംസാരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് അതർ ടങ്സാണ്. എന്നാൽ കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായം 2-ാമത്തെ വാക്യം, കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല
ദൈവത്തോടത്ര സംസാരിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ലല്ലോ. മതി 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 മതി, അവൻ കാര്യങ്ങളെ സംസാരിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റാമറിങ് ടങ്സ് ഒന്നുമല്ല, അതർ ടങ്സ് ഒന്നുമല്ല. അവിടെ കൊടുത്തിരിക്കുന്നത് അൺനോൺ ടങ്സ്, അറിയപ്പെടാത്ത ഭാഷ. അപ്പോൾ ഇത് മൂന്നും അന്യഭാഷയ്ക്കകത്ത് പെട്ടതാണ്. ചിലത് വിക്കി വിക്കി പറയുന്ന അധരങ്ങളോടുള്ള സ്റ്റാമറിങ് ടങ്സ് ഉപയോഗിക്കാം. പരിശുദ്ധാത്മാവിന് അറിയാം. ഹല്ലേലൂയ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടല്ലോ. ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളിലൂടെ ദൈവത്തോട് സംസാരിക്കുന്ന അന്യഭാഷയാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതർ ടങ്സാണ്. അത് മറ്റുള്ളവർക്ക് അവരവരുടെ ഭാഷയിൽ കേൾക്കാൻ കഴിയും. അതർ ടങ്സിൽ ഞാൻ സംസാരിച്ചാൽ അതിന് വ്യാഖ്യാനമുണ്ട്. കാരണം വേറൊരു ഭാഷയാണ്. ഞാൻ പണ്ടൊരു കരിസ്മാറ്റിക്കിലെ, എനിക്ക് തോന്നുന്നു പനക്കലച്ചനെ പറഞ്ഞൊരു കഥ, അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. പറയാം, അവർ വടക്കേ ഇന്ത്യയിൽ എവിടെയോ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ രാവിലെ ആ ശുശ്രൂഷയൊക്കെ ഓർത്തുകൊണ്ട് അവരെല്ലാം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. ഒരുത്തം പറഞ്ഞു ഫെഡല്ലം 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 പാന്ന് രാവിലെ ഓരോ ഒച്ച. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഭാഷാപരമാണ്, അതിനകത്ത് വ്യാഖ്യാനമുണ്ട്. പ്രാർത്ഥിച്ച കർത്താവ് വ്യാഖ്യാനമുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഈ ഫെഡൽ എന്ന് പറയുന്ന സൈക്കിളിൻ്റെ പെഡലുണ്ടല്ലോ, ഇങ്ങനെ ചവിട്ടുന്ന സാധനം, അതാ. ലംബ എന്ന് പറഞ്ഞാൽ ഹിന്ദിയാ, അത് നൂരുന്ന. ആരുടെയോ കാല് തിരിഞ്ഞിരിക്കുന്നുള്ളൂ. ഇന്നത്തെ ശുശ്രൂഷയിൽ അത് നൂരുന്ന. സ്തോത്രം. അമ്മ ആ ശുശ്രൂഷയിൽ അമ്മിറക്കൾ നടന്നു. ഈ അൺനോൺ ടങ്സിൽ പ്രസംഗിച്ചാൽ അതിന് വ്യാഖ്യാനമുണ്ട്. എന്നാൽ ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥനയിൽ മനുഷ്യൻ സംസാരിക്കുന്നതാണ്. അതാർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. പിശാചിന് പോലും എന്നാ പറയണമെന്ന് അറിയത്തില്ല. ഞാൻ പറയാം, എങ്ങനെ പറയണം അന്യഭാഷ, എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ സുഹൃത്തേ, അത് മനസ്സിലാകാത്ത ഭാഷയാന്നേ. അതാർക്കും അറിഞ്ഞുകൂടാ എന്ന് അതിനകത്ത് എഴുതി വെച്ചിരിക്കുക. അത് കേൾക്കുന്ന ദൈവത്തിന് മാത്രം അതറിയാം. കാരണം ആ മനുഷ്യൻ സംസാരിക്കുന്നത് നിങ്ങളോട് വല്ല സംസാരിക്കുന്നേ. നിങ്ങൾ ടെൻഷൻ അടിക്കാൻ നിങ്ങളോടല്ലെന്ന് സംസാരിക്കുന്നേ. ആ മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുക. അതിന് വ്യാഖ്യാനം കിട്ടാതെ ഞാനെന്തിനാ വെറുതെ ഉറക്കം കളയുന്നേ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ 3 രീതി ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. പ്രാർത്ഥനയിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന അൺനോൺ ടങ്സാണ്, അതിന് വ്യാഖ്യാനമൊന്നുമില്ല. എന്നാൽ വ്യാഖ്യാനമുള്ള അതർ ടങ്സ് ഉപയോഗിച്ച വ്യാഖ്യാനമുണ്ട്. സ്തോത്രം. അതർ ടങ്സ് അല്ലെങ്കിൽ അൺനോൺ ടങ്സിൽ വ്യാഖ്യാനമില്ല. 3 ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അന്യഭാഷ ഒറ്റ പേര് തന്നെ കൊടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ 3000 പേർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവ സഭയോട് ചേർന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവസഭ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം. സ്തോത്രം. വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റിയ ഒരു കൂട്ടത്തിനെയാണെന്ന് പറയുന്നത് ദൈവസഭ. സത്യത്തിൽ ദൈവസഭ ആരുടെ സ്വന്തമാണ്? യേശുവിന് സ്വന്തമാ. ഹല്ലേലൂയ. ഈ പദ്ധതി ആവിഷ്കരിച്ചത് ആരാ? പിതാവാ. തൻ്റെ പുത്രനിലൂടെ നടപ്പാക്കിയ ഒരു രക്ഷയായത്. സ്തോത്രം. പിതാവായ ദൈവം തൻ്റെ പുത്രൻ ചോര കൊടുത്ത് വാങ്ങിയവരെ, രക്തം കൊടുത്ത് വാങ്ങിയവരെ അവന് സ്വന്തമാക്കി കൊടുത്തിരിക്കുക. സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ എടുത്തോ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാം. ഒന്ന് എടുക്കണം. ഒരു 4-5 വാക്യം എനിക്ക് വായിച്ചു തരണം. 2-ാമത്തെ നീ അവന് നൽകിയിട്ടുള്ള നീ അവന് നൽകിയിട്ടുള്ള ആര്? പിതാവായ ദൈവം പുത്രന് നൽകിയിട്ടുള്ള എല്ലാവർക്കും ആമേൻ. ഹല്ലേലൂയ. നീ യേശുവിന് കൊടുത്തിട്ടുള്ള ജനമാ ഈ ഇരിക്കുന്നത്. സ്തോത്രം. വായിക്കാം 6-ാമത്തെ വാക്യം. അതിനകത്ത് തന്നെ 6-ാമത്തെ വാക്യം. നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള. അപ്പൊ ആരാ? നമ്മളാരാ? ആ പിതാവായ ദൈവം യേശുവിന് കൊടുത്തിട്ടുള്ള ജനമാണ്. 9-ാമത്തെ വാക്യം. അയ്യോ, ഞാനീ പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയിട്ടല്ല, നീ എനിക്ക് തന്നിട്ടുള്ള. പിന്നെ പറയാം, നീ എനിക്ക് തന്നിട്ടുള്ള ഈ പ്രിയ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. 11-ാമത്തെ വാക്യം.
അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് ആ. നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ആ നീ എനിക്ക് തന്നിട്ടുള്ള ഇവരുണ്ടല്ലോ, അവർ നമ്മെപ്പോലെ ഒന്നായിരിക്കണം. 26-ാമത്തെ വാക്യം കൂടി. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. 24 നോക്കിയേ, 24 നോക്കിയേ. പിതാവേ, ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ നീ എനിക്ക് തന്നിട്ടുള്ളവർ. ഒറ്റ അധ്യായത്തിനകത്ത് പറയാ, പിതാവേ ഇവര് നീ എനിക്ക് തന്നിട്ടുള്ളൂ, ഇവരെന്റെ സ്വന്തം ജനമാണ്. അങ്ങനെയെങ്കിലും ആലോചിച്ചു, നമ്മൾ യേശുവിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ, നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ, നമ്മളെ അങ്ങനെ വിളിച്ചു വേർതിരിച്ചു. ഹല്ലേലൂയ. എന്താ എക്ലേസിയ? ടു സെറ്റ് അപ്പാർട്ട് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. കർത്താവിൻ്റെ ചില നിശ്ചിത ഉദ്ദേശത്തിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി വിളിച്ചു വേർതിരിച്ചു. മറ്റൊരർത്ഥം മുറിച്ച് മാറ്റിയതാണ് സെറ്റ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ. ചില ബന്ധങ്ങളിൽ, ചില പാരമ്പര്യങ്ങളിൽ കുടുങ്ങി നിന്നവരെ അവിടുന്ന് മുറിച്ച് മാറ്റി ദൈവത്തിന് വേണ്ടി വേർതിരുത്തിയ ജനമാണ്. മുറിച്ച് മാറ്റാതെ ഇപ്പോഴും അവിടെ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് ഏൽപ്പിച്ചു ഒന്നുകൂടി മുറിച്ച് തരണേ കർത്താവെന്ന് പറ. മറ്റൊന്ന്, കർത്താവിന് വേണ്ടി കർത്താവ് കഴുകി ശുദ്ധീകരിച്ച് വേർതിരിച്ചത്. സ്തോത്രം. പാപത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് കഴുകി കറചുളുക്കം വട്ടം മാലിന്യമൊന്നുമില്ലാതെ ദൈവസന്നിധിയിൽ തേജസ്സോടെ നിൽക്കേണ്ടതിന് വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് സ്വന്തമാക്കി തീർത്തത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്വന്തമാണ്. യേശുവിൻ്റെ പ്രോപ്പർട്ടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നവർ തെങ്ങും തോട്ടത്തിൽ തെങ്ങിൻ്റെ ചൂട്ടിക്കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുമോ? ഇല്ല. വണ്ടി ഉള്ളവർക്കറിയാം, വില ഉണക്കത്തങ്ങാൻ വേണ്ടി സാധനം പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് മാറ്റി ഇടത്തുള്ളൂ. സ്തോത്രം. കാരണം എന്താ, വില കൊടുത്താൽ പുള്ളിക്കാരനാ. ചിളങ്ങാൻ പോലും പുള്ളിക്കാരന് താല്പര്യമില്ല, പുള്ളിക്ക് ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ തൻ്റെ പ്രാണനെ മറുവിലയായി കൊടുത്ത് വില കൊടുത്ത് വാങ്ങിയ നമ്മളെ ആരും ഞോണ്ടാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ഇതൊന്നും നഷ്ടപ്പെട്ടു പോകാൻ തമ്പുരാൻ ഇഷ്ടമല്ലെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിനെ അകത്തു നൽകി നമ്മെ സഹായിക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ വഴി നടത്തുവാൻ, സകല സത്യത്തിലും വഴി നടത്തുവാൻ ആത്മാവിനെ അകത്തു തന്ന് നമ്മെ കർത്താവ് നടത്തുക. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, മേൽ വരും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. പത്രോസ് പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷയിൽ സംസാരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഉൾവാസത്തിന് അനുഭവമുണ്ട്, മേൽ വരുന്ന അനുഭവമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ കുറേ തപ്പിട്ടൊരു വാക്യം കിട്ടിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നു. സ്തോത്രം. മേലുണ്ട്, ഉള്ളിലുണ്ട്, മധ്യത്തിലുമുണ്ട്. മധ്യത്തിൽ വ്യാപരിച്ച് എൻ്റെ ഗുണം നൽകിയവ രണ്ടുപേര് മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചാൽ വഴക്കുണ്ടാകത്തില്ല. സ്തോത്രം. ഒരു പുരുഷനും സ്ത്രീ വർത്താനം പറയുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ വ്യാപരിച്ചാൽ പാപം ചെയ്യാൻ തോന്നത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കമ്മിറ്റി കൂടുക, സ്തോത്രം, അതിന് മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതിന് മധ്യത്തിൽ വ്യാപരിച്ചാൽ അടി ഉണ്ടാകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഭർത്താവിൻ്റെ ഭാര്യയുടെ കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ വ്യാപരിച്ച ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം ഉണ്ട്. സ്തോത്രം. കർത്താവ് എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ ഇത് തരുന്നത് അതിനനുസരിച്ച് കർത്താവ് തൻ്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി ഉപയോഗിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിളിച്ചു വേർതിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശക്തി പ്രാപിച്ചിട്ടോ യേശുവിൻ്റെ സാക്ഷിയായി തീരാൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് എന്ന ആ കർത്താവിൻ്റെ ശക്തി ലഭിച്ച ആ ദൈവഭൃത്യനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ മുന്നോട്ട് പോകാൻ സ്തോത്രം ഹൃദയം അനുവദിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ ഈ സത്യം അറിയാതെ, സഭയുടെ ശക്തിയോ സഭയുടെ മഹത്വയോ അറിയാതെ, യേശു ആരാണെന്നറിയാതെ ഈ മാർഗത്തെ മുടിപ്പിക്കുന്നതിന് വേണ്ടി അധികാരപത്രവും വാങ്ങി ഹല്ലേലൂയ ചീറിപ്പാഞ്ഞു വരുമ്പോൾ ദമാസ്കസിൻ്റെ പടിവാതിക്കൽ വെച്ച് നട്ടുച്ച സമയത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ വെല്ലുന്നൊരു പ്രകാശത്തോടെ ശൗലേ എന്ന് പറഞ്ഞ് ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞ് അവനെ സന്ദർശിച്ചു. താഴെ വീണു, കണന്ധമായി.
പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, ഈ കണ്ട സ്വർഗീയ ദർശനം ഇതൊരു അസാധാരണമായ സ്വർഗീയ ദർശനമാണ്. ഇതുവരെ താൻ കാണാത്ത, ഇതുവരെ താൻ അനുഭവിക്കാത്ത ഒരനുഭവം. അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചു, കർത്താവേ നീ ആരാ, അല്ലെങ്കിൽ ദൈവം ആരാന്നാ ചോദ്യം. ഹല്ലേലൂയ. പറയുന്നു, നീ പീഡിപ്പിക്കുന്ന നസ്രയനായ യേശു. എഴുന്നേറ്റപ്പോൾ കണ്ണ് കാണാൻ വയ്യ. ഒരു വൃദ്ധൻ കരം പിടിച്ച് നടത്തി ഒരു വീട്ടിൽ കൊണ്ടുചെന്നാക്കി. സ്തോത്രം. അനന്യാസിനോട് പറഞ്ഞു, ശൗൽ എന്നവൻ ആ വീട്ടിലുണ്ട്, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അനന്യാസ് പറയാ, കർത്താവേ എന്ത് വിവരക്കേടാ പറയുന്നത്, അവൻ ആരാ മുതലെന്നറിയാവോ? നമ്മളെ കൊന്നു മുടിക്കാൻ വന്നവനാ. അവൻ യെരൂശലേം മുഴുവൻ നശിപ്പിച്ചിട്ടാണ് ഈ ദമാസ്കസിലേക്ക് വന്നിരിക്കുന്നത്. അവൻ കണ്ണറിയാൻ മലയിരിക്കണേ, അതാ നല്ലത്. സ്തോത്രം. ഉടനെ പറഞ്ഞു, അധികാരികളുടെ മുന്നിലും രാജാക്കന്മാരുടെ മുന്നിലും എൻ്റെ നാമത്തെ ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. ഹല്ലേലൂയ. എൻ്റെ നാമത്തെ പ്രതി എന്തുമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. അവിടെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ശൗലിൻ്റെ അടുക്കൽ വന്ന അനന്യാസ് പറഞ്ഞു, ശൗലേ സഹോദര, കാഴ്ച പ്രാപിക്കേണ്ടതിന് എന്നെ യേശു അയച്ചിരിക്കുക. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഒന്ന് താഴെ വീണു. കണ്ണ് തുറന്നു. ഒരു പുത്തൻ ദർശനം. ഇതുവരെ കാണാത്ത ചില വെളിപ്പാടുകളാണ് കണ്ണു തുറന്നപ്പോൾ കണ്ടത്. ഇതുവരെ യേശു മരത്തിൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നു. യേശു ദൈവമാണെന്ന് പഠിച്ച തിയോളജി സമ്മതിക്കുന്നില്ല. ഹില്ലേലിൻ്റെ കൊച്ചുമകനായ ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് ന്യായശാസ്ത്രം അരച്ചു കലക്കി കുടിച്ച് പഠിച്ചവനാണ്. മോശയുടെ ന്യായപ്രമാണത്തെ ധിക്കരിക്കുന്ന തെറ്റിദ്ധരിച്ച, മരത്തിൽ തൂങ്ങി നീചമരണത്തിന്, ശാപമരണത്തിന് വിധേയനായ യേശു ദൈവമാണോ? പഠിച്ചതൊരിക്കലും അനുവദിക്കുന്നില്ല. നമ്മൾ ഗലാത്യ ലേഖനം വായിക്കണം, 1-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ തിരുഹിതമായപ്പോൾ ഞാൻ ജഡരക്തങ്ങളോട് അനുവാദം ചോദിച്ചില്ല. ഇന്നലെ സോജൻ പാസ്റ്റർ പറഞ്ഞത്, നേരെ അറബ്യയിലേക്ക് പോയി. സ്തോത്രം. ഹല്ലേലൂയ. ആ എൻകൗണ്ടർ മാറാതെ നിൽക്കുക, ആ ശബ്ദം മാറാതെ നിൽക്കുക, ആ അനുഭവം മാറാതെ നിൽക്കുക. സ്തോത്രം. അവിടെ നിന്ന് ഇസ്രായേൽ ജനം യാത്ര ചെയ്ത അതേ മരുഭൂമിയിലൂടെ പ്രാർത്ഥനയോടെ ഒരു യാത്ര. ഹല്ലേലൂയ. ആ യാത്രയിൽ യേശു ആരാണെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞു. കൊരിന്ത്യലേഖനത്തിൽ എഴുതി, അന്ന് അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടുണ്ടല്ലോ, നമ്മളുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് യേശു ആണെന്ന് എഴുതി. കൊരിന്ത്യലേഖനത്തിൽ എഴുതി, അവർക്ക് വെള്ളം കൊടുത്ത അടിക്കപ്പെട്ട പാറ അത് യേശുവാണ്. പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന കഴിച്ചു, മരിച്ചു. പക്ഷേ അത് കൊടുത്തത് പിതാവായ ദൈവമാണ്. മോശയല്ല കൊടുത്തേ. ഇങ്ങനെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ കൊണ്ട് കർത്താവ് ആ 3 വർഷം തന്നെ നിറച്ചു. പറയുവാനിടയായി തുറന്നു. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുക. സ്തോത്രം. കർത്തൃമേശയുടെ സന്ദേശം കൊരിന്ത്യ സഭയ്ക്ക് കൊടുക്കുമ്പോൾ പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. പത്രോസ് പറഞ്ഞതെന്നല്ല, പൗലോസ് യോഹന്ന പറഞ്ഞതെന്നല്ല, ഞാൻ പ്രാപിച്ചതാ. എനിക്ക് നസറേനായ യേശു വെളിപ്പെടുത്തി തന്നത് നിങ്ങൾക്ക് എഴുതുക. കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അന്നത്തെ സംഭവത്തെ വെളിപ്പാടിലൂടെ കണ്ടുകൊണ്ട് പുസ്തകത്തിൽ എഴുതി കൊരിന്ത്യ സഭയ്ക്ക്, ദൈവസഭയ്ക്ക് കൈമാറി. ഹല്ലേലൂയ. ദർശനത്തിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പരദീസയോളം എടുക്കപ്പെട്ടു. സ്വർഗീയ ദർശനങ്ങൾ കൊണ്ട് നിറഞ്ഞു. അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവേ നീ ആരാ? ഈ യാത്രയിൽ മുഴുവൻ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞ ഒരാഗ്രഹം, എനിക്ക് യേശുവിനെ അറിയണം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് തൻ്റെ ശ്രേഷ്ഠമായ കുറേ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട്, ഹെബ്രായൻ ജനിച്ചിട്ട് 3-ാം ദിവസം പരിച്ഛേദന, 8-ാം ദിവസം പരിച്ഛേദനയേറ്റവൻ, യഹൂദാ വംശം, ബെന്യാമിൻ ഗോത്രക്കാരൻ എന്നെല്ലാം അങ്ങനെ എഴുതിയിട്ട് പറയും, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഛേദമെന്നെണ്ണി. എന്താണ്? ഞാനൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക, ലാഭം വേണ്ടെന്ന് വെച്ച്. സ്തോത്രം. 1-ാമത്തെ പടി. സ്തോത്രം. ലാഭമായിരുന്നതല്ല ഛേദമെന്നെണ്ണി. താഴേക്ക് വായിക്കുകയാണ്, പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ഞാൻ എല്ലാം
ചപ്പെന്നും ചവർന്നും എണ്ണി. സ്തോത്രം. പിന്നീട് പറയാം, ഞാൻ എൻ്റെ പ്രാണനെ പോലും വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ ഇതിനകത്തുണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്നും ഛേദമെന്നെണ്ണുന്നു. ഹല്ലേലൂയ. ഇന്ന് ആത്മീക ഗോളം ഒരിക്കൽ വിട്ടുപേക്ഷിച്ചതിനെ തിരികെ പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. പോലീസ് പറയാണ്, ഇന്നും ഛേദമെന്നെണ്ണ്. അന്ന് മാത്രമല്ല, അന്ന് ഉപേക്ഷിച്ചതുപോലെ ഇന്നും എല്ലാം ചപ്പെന്നും ചവറെന്നും ഛേദമെന്നും എണ്ണുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പോലീസ് പറയാണ്, എനിക്ക് പ്രശംസിക്കാനുള്ളത് ഈ കർത്താവിൻ്റെ ക്രൂശിൽ മാത്രമേ ഉള്ളൂ. സ്തോത്രം. എൻ്റെ പഠനങ്ങളെല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ വെച്ച് ആ പഠനത്തെ ന്യായപ്രമാണത്തോട് കണക്ട് ചെയ്ത് ക്രിസ്തുവിനെ പ്രസംഗിക്കാനായിട്ട് ആരംഭിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ചെല്ലുന്ന ഇടത്തെല്ലാം ക്രിസ്തുവിനെ ഉയർത്തി. അടിയേറ്റു, മുറിവേൽപ്പു, കല്ലേർ ശ്രമിച്ചു. ഒന്നു കുറയാതെ 40 അടി 5 പ്രാവശ്യം. ഹല്ലേലൂയ. സ്തോത്രം. അവസാനം റോമിലെ കാരാഗ്രഹത്തിൽ താൻ അടയ്ക്കപ്പെട്ടു. പൗലോസ് 3 പ്രാവശ്യം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒന്ന് ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ സീലാസിനോട് കൂടെ ഒരു മന്ത്രവാദിയെ, പെണ്ണിൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന പൈശാചിക ശക്തിയെ ശാസിച്ച് അത് വിട്ടുപോയപ്പോൾ ലാഭമുണ്ടാക്കി കൊടുത്ത ആൾക്കാരെല്ലാവരും കൂടി പീഡിച്ച് അടിച്ച് മുറിവേൽപ്പിച്ച് കരകാലുകൾ ആമത്തിലിട്ട് ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ കൊണ്ടുവിട്ട് അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും കർത്താവിനെ പാടി ആരാധിച്ചപ്പോൾ അവൻ്റെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഫിലിപ്പിയിൽ സഭ ആരംഭിച്ചു. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. ആദ്യമേ ലുധിയായും കുടുംബവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ കുടുംബം കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. ഫിലിപ്പിയിൽ, യൂറോപ്പിൽ ആദ്യത്തെ സഭ സ്റ്റാർട്ട് ചെയ്തു. പിന്നീടുള്ള യാത്ര പൗലോസ് പറയാണ്, ഹല്ലേലൂയ, ഈ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. വായിച്ചു നോക്കണം, ലഘുവായിരുന്നോ കഷ്ടം എന്ന്. പക്ഷെ പൗലോസ് പറയാം, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യജനം കിട്ടുവാൻ ഹേതുവാകുന്നത് കൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങളിൽ സാരമില്ലെന്നുള്ളതാണ്. കാരണം എനിക്കറിയാം, ഇവിടെ സഹിക്കുന്ന കഷ്ടം അവിടെ ലഭിക്കുന്ന തേജസ്സിന്റെ കനം കൂട്ടുവാൻ കാരണമാകുന്നതാണ്. അതുകൊണ്ട് ഞാനിതിനെ ചപ്പെന്നും ചവറെന്നും എഴുതുക. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമതേ, ഉപരിവിചാരണയ്ക്ക് വേണ്ടി റോമിലെ കാരാഗ്രഹത്തിൽ താനായിരുന്നു. അന്ന് കരകാലുകളൊന്നും ആമത്തിലല്ല. തൻ്റെ ഒരു കയ്യിൽ വിചാരണ തടവുകാരായതുകൊണ്ട് ചങ്ങലയും മറു സൈഡിൽ ഒരു പടയാളിയെയും ബന്ധിപ്പിച്ച് ആ കാരാഗ്രഹത്തിൽ, അവിടെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്. അവിടെ നിന്ന് ആ ലേഖനങ്ങളൊക്കെ താൻ എഴുതി. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം 2 തിമോത്തി ലേഖനം എഴുതുന്നത് റോമിലെ മമ്മട്ടിൻ കാരാഗ്രഹത്തിൽ വെച്ച്. സ്തോത്രം. അതിന് മുഖാന്തരമായി തീർന്നത്, ലോകത്തിൽ ജീവിച്ചിരുന്നതിൽ പൈശാചിക വ്യക്തിത്വത്തിന് ഏറ്റവും പേര് യോജിച്ച മനുഷ്യനായിരുന്ന നീറോ കൈസറിൻ്റെ ഭരണസമയത്ത് താൻ റോമിൽ രണ്ടാമത്തെ കാരാഗ്രഹവാസത്തിൽ പൗലോസ് ഉപരിവിചാരണയിൽ ജയിച്ചു. അവിടെ റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ടോ, ഞാൻ അവിടെ നിന്ന് സ്പാനിയയിലേക്ക് പോകുന്നു, സ്പെയിനിലേക്ക് പോയി സുവിശേഷമെല്ലാം അറിയിച്ച് പൗലോസ് മടങ്ങി വന്നു. സ്തോത്രം. നീറോ കൈസർ റോം ഭരിക്കുന്ന കാലം ക്രിസ്ത്യാനികൾ അതികഠിനമായ പീഡനത്തിലൂടെ കടന്നു പോകുന്ന കാലം. കാരണം തൻ്റെ 3ാമത്തെ ഭാര്യ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. യഹൂദന്മാർക്ക് ക്രിസ്ത്യാനികളോടുള്ള വൈരാഗ്യവും അത് ഈ സ്ത്രീയിലൂടെ ഇദ്ദേഹത്തിനെ ഒത്തിരി സ്വാധീനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അനേക പീഡനങ്ങൾക്ക് അദ്ദേഹം ക്രിസ്ത്യാനികളെ വിധേയമാക്കി. അദ്ദേഹം നല്ല ഒരു കലാകാരനായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം റോമിലെ പട്ടണത്തെ നവീകരിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ ഒത്തിരി ചേരി പ്രദേശങ്ങളുണ്ട്. അവിടുത്തെ ജനത്തെ കുടിയൊഴിപ്പിച്ചാൽ മാത്രമേ ആ പട്ടണത്തെ മനോഹരമായിട്ട് പണിയുവാനായിട്ട് പറ്റത്തുള്ളൂ. അദ്ദേഹം തൻ്റെ ക്രൂരതയോടെ ചെയ്തത് അർദ്ധരാത്രിയിൽ തൻ്റെ ആൾക്കാരെ വിട്ട് ആ പട്ടണത്തെ മുഴുവൻ ചുട്ടരിച്ചു. ചേരിപ്രദേശത്തെ മനുഷ്യർ അനേകർ വെന്തു മരിച്ചു. ഹല്ലേലൂയ. ചരിത്രം പറയുന്നത് അവിടെ ജനത്തിൻ്റെ നിലവിളി ഉയരുമ്പോൾ, കരച്ചിലുയരുമ്പോൾ തൻ്റെ മട്ടുപ്പാവിൽ കയറി വീണയെടുത്ത് വായിച്ച് ആസ്വദിച്ച് രസിച്ച ക്രൂരനായിരുന്നു അദ്ദേഹം. ഹല്ലേലൂയ. ജനം നീറോയ്ക്കെതിരായി. അദ്ദേഹത്തിന് മനസ്സിലായി, പിടിവിട്ടുപോയി.
തൻ്റെ സിംഹാസനം തന്നെ മറഞ്ഞു പോകേണ്ട സാധ്യതയുണ്ട്. ഉടനെ തൻ്റെ കുബുദ്ധി എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനികളാണ് ഇത് ചെയ്തേ. കാരണം അവരുടെ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിന് തീയിടാനാണ് വന്നിരിക്കുന്നത്, ഇപ്പൊ തന്നെ കത്തിയാ നല്ലതായിരിക്കുന്നു പറഞ്ഞാ പുള്ളി പോയത്. ഇവിടെ നേതാവുണ്ടല്ലോ പത്രോസ്, അങ്ങേര് പ്രസംഗിക്കുക, മൂലപദാർത്ഥങ്ങൾ വെന്തരി ഇതിലെല്ലാം കത്തിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് പുള്ളിയുടെ പ്രസംഗം. സ്തോത്രം. അവരെ പിടിച്ചാൽ മതി. സ്തോത്രം. ജനം നേരെ ക്രിസ്ത്യാനികളുടെ നേരെ തിരിഞ്ഞു. ഹല്ലേലൂയ. അനേകരെ കൊടിയ പീഡനത്തിന് വിധേയമാക്കി. അവരുടെ വായിലേക്ക് പൈപ്പ് തള്ളിക്കയറ്റിയിട്ട് വയറ് വെള്ളം കൊണ്ട് നിറച്ചിട്ട് നിലത്ത് കിടത്തി കുതിരകളെ ഓടിച്ചു വയറ് ചവിട്ടി പൊട്ടിച്ചു. അടകലിൽ തല വെച്ച് ചുറ്റികയ്ക്ക് തല അടിച്ചു പൊളിച്ചു. മനുഷ്യനെ പരസ്യമായിട്ട് തൊലി ഉരിഞ്ഞു. കാട്ടുമൃഗങ്ങൾക്ക് വേട്ടയ്ക്കായി ഇട്ടുകൊടുത്തു. സ്തോത്രം. തൻ്റെ കൊട്ടാരത്തിനകത്തുള്ള വിളക്ക് കാലുകളിൽ ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടി നിർത്തിയിട്ട് മെഴുകുശീലകൾ ചുറ്റി പച്ചക്കവരെ കത്തിക്കുമ്പോൾ തൻ്റെ കുതിരയുടെ പുറത്ത് പൂർണ്ണ നഗ്നനായി കത്തിത്തീരുന്ന വിശ്വാസികളുടെ ഇടയിലൂടെ കുതിരയോടിച്ച് അവർ അലറി വിളിക്കുന്നതും കരയുന്നതും നിലവിളിക്കുന്നതും കണ്ടാസ്വദിച്ച ദുഷ്ടനായ മനുഷ്യൻ. സ്വന്തം ഭാര്യയെ കഴുത്ത് ഞെരിച്ചു കൊന്ന, ജന്മം നൽകിയ അമ്മയെ വയറിന് ചവിട്ടിക്കൊന്ന ഒരു ചഞ്ചല്യമില്ലാത്ത ക്രൂരതയുടെ ആളുരൂപം. 2 നേതാക്കന്മാരെയും അവിടെ അനുയായികളെയും പിടിക്കുക എന്ന കൽപ്പന പ്രകാരം പത്രോസിനെയും പൗലോസിനെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ശുശ്രൂഷകന്മാരെയും പിടിച്ചു. ടൈബർ നദിയുടെ തീരത്തുള്ള കാപ്പിറ്റോൾ പർവ്വതത്തിൻ്റെ വശത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും പ്രാകൃതമായ മൺമട്ടിൽ കാരാഗ്രഹത്തിൽ അടച്ചു. ആ കാരാഗ്രഹത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ സെർച്ച് ചെയ്തു. മോളൊരു കിണർ പോലെയാണ്. അതിൻ്റെ കുറേ താഴെയിൽ നല്ല ഒരു പ്രതലമാണ്. അതിൽ നിന്ന് ഒരു മാൻ ഹോൾ ഉണ്ടാക്കി, ഒരു മനുഷ്യന് കട്ടിച്ചിറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു ഹോൾ ഉണ്ടാക്കി. അതിന് 15 അടി താഴ്ചയുണ്ട്. ആ കൂടെയുള്ള ആൾക്കാരെയെല്ലാം ഈ ഭാഗത്ത് അടച്ചിട്ട് പത്രോസിനെയും പൗലോസിനെയും ഈ മാൻ ഹോളിലൂടെ 15 അടി താഴെയുള്ള ആ കുഴിയിലേക്ക് ഇറക്കി വിട്ടു. അവിടെ 15 അടി താഴെ കിടക്കുക. ആ മാൻ ഹോളിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചം മാത്രമേ കാരാഗ്രഹത്തിനുള്ളൂ. പക്ഷേ കാരാഗ്രഹത്തിൻ്റെ അടിഭാഗം ടൈബർ നദിയിലേക്ക് തുറന്നിട്ടുണ്ട്, ഗ്രില്ലിട്ടിട്ട്. അതുകൊണ്ട് മലമൂത്ര വിസർജ്യങ്ങൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴെങ്കിലും മുകളിൽ നിന്ന് കയറിലൂടെ കെട്ടിയിറക്കുന്ന അപ്പക്കഷ്ണം മാത്രമാണ് ഭക്ഷിക്കാനായിട്ടുള്ളത്. ഈ മലമൂത്ര വിസർജ്യങ്ങൾ താഴേക്ക് പോകാനായിട്ട് ഈ ഭാഗം ഉപയോഗിക്കുമെങ്കിലും പ്രയോജനപ്പെടുമെങ്കിലും അതിശൈത്യകാലത്ത് അതിലൂടെ കൊടിയ തണുപ്പ് ഈ കാരാഗ്രഹത്തിനകത്തേക്ക് അടിച്ചു കയറി വരും. ഒരു ദിവസം പത്രോസിൻ്റെ സമയമായി. പത്രോസിന് കോളിങ് വന്നു. കയറ് താഴേക്ക് ഇറങ്ങി വന്നു. പത്രോസും പൗലോസും കെട്ടിപ്പിടിച്ച് ചുംബിച്ച്, സ്നേഹിത, നിത്യതയിൽ കാണാമെന്ന് പറഞ്ഞ് ആ കയറിലൂടെ തൂങ്ങി മുകളിലേക്ക് പോയി. പത്രോസിനെ തലകീഴായി ക്രൂശിൽ തറച്ചു. പൗലോസ് ആ കാരാഗ്രഹത്തിനകത്തിരുന്ന് ഒറ്റയ്ക്ക്. ഹല്ലേലൂയ. 2 തിമോത്തി ലേഖനത്തിൻ്റെ അവസാന വരികൾ എഴുതി ചേർക്കുകയാണ്. വായിക്കാം 6 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ഞാനൊരു പാനീയ യാഗമായി അർപ്പിക്കുവാനിട്ടൊരുങ്ങിയ. പൗലോസിനറിയാം പത്രോസിനെ ക്രൂശിൽ തറച്ചതുപോലെയല്ല, തൻ്റെ മരണസമയം, തൻ്റെ മരണവിധം അടകല്ലിൽ തലവെച്ച് കഴുത്ത് വെട്ടിമാറ്റുമ്പോൾ ചിതറി ആ കല്ലുകളുടെ ചുറ്റിലൂടെ ഒഴുകുന്ന രക്തം യാഗപീഠത്തിൽ ഒഴിക്കപ്പെടുന്ന ഒരു പാനീയ യാഗം പോലെ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞാനിതാ തയ്യാറായി. അവിടെ നിന്നും എഴുതുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊക്കെ മരിച്ച ചില വ്യക്തികളുടെ വീട്ടിൽ ചെന്ന് തലയിലോട്ടു ആ കിരീടമൊക്കെ വെച്ചു അച്ഛന്മാരും പാസ്റ്റർമാർക്കും പ്രസംഗിക്കേണ്ട ഒരു ഗതികേടുണ്ടോ? നല്ല ഓട്ട് ഓടിയിട്ടൊക്കെ കിടക്കണേന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പോര് മുഴുവൻ പാസ്റ്ററിനോടും വിശ്വാസികളോടും ഭാര്യയോടും മക്കളോടുമായിരുന്നു. എങ്കിലും പറയാം, നല്ല പോരായിരുന്നു. സ്തോത്രം. പൗലോസ് ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയ അന്നു മുതൽ ഈ കാരാഗ്രഹത്തിൽ താൻ ആയിരിക്കുന്ന സമയം വരെയുള്ള ആ ഓട്ടത്തെ ഒന്ന് പരിശോധിച്ചിട്ട് പറയാ,
ഞാൻ ഓടി നല്ല ഓട്ടം. എനിക്ക് കിട്ടിയ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. ഹല്ലേലൂയ. എൻ്റെ പോരാട്ടം അത് നല്ലതായിരുന്നെന്ന് പറഞ്ഞ ഒരേ ഒരു മനുഷ്യൻ, നല്ല പോരാ ഒഴുകിയെന്ന്. നമ്മൾ ഇതുപോലെ ഗതികെട്ട ഒരു പരിപാടി ഉണ്ടെന്ന് ചോദിക്കുന്നു. നല്ല പൊരുതി ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. എന്നെ വിളിച്ചപ്പോൾ, എന്നെ ശുശ്രൂഷ വരവേൽപ്പിച്ചപ്പോൾ എൻ്റെ ദൈവത്തിന് എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനത് കാത്തു. കൃപയാൽ ഞാനത് കാത്തു. ഇനി നീതിക്ക് വേണ്ടി കർത്താവ് എനിക്കൊരുക്കിയിരിക്കുന്ന ആ കിരീടത്തിന് വേണ്ടി ഞാൻ പോകുക. എനിക്ക് മാത്രമല്ല, ഒരു വചനം അനുസരിക്കുന്നവന് പിൻപറ്റുന്ന സകലർക്കും ഈ കിരീടമുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴേക്കുള്ള ഭാഗം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. നല്ല പുറപ്പ് എൻ്റെ താഴേക്ക് ഒന്ന് വായിക്കാം. താഴേക്ക്. തിമോത്തിയേ, നീ വേഗം എൻ്റെ അടുക്കൽ വരിക. സ്നേഹിത, പൗലോസ് ആഗ്രഹിക്കുക, തിമോത്തി, നിന്റെ സാന്നിധ്യം എനിക്ക് ആശ്വാസമാണ്. ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ഹൃദയം. താൻ വിളിച്ച കർത്താവിനെ ഒരുമിച്ച് ആരാധിച്ച തൻ്റെ അരിമ ശിഷ്യൻ, തൻ്റെ നിജപുത്രൻ തന്നോട് കൂടെ ഈ സമയത്തുണ്ടാകുവാനായിട്ട് ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ഹൃദയം. എന്തെങ്കിലും സ്തോത്രം, സഹോദരങ്ങൾ അടുത്തു വേണമെന്ന്, സഹോദരന്മാർ അടുത്തു വേണമെന്ന് ഒരു കൂട്ടായ്മയുടെ ബന്ധം ആഗ്രഹിക്കുന്നുണ്ടോ? എന്നിട്ട് താഴേക്ക് പറയുകയാണ്, ദേമാസ് എന്നെ വിട്ടുപോയി, എൻ്റെ കൂടെ ഓടി, പക്ഷേ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. യൂദ ഓടി, പൂർത്തീകരിച്ചില്ല. അനന്യാസും സഫീറയും ഓടി, പൂർത്തീകരിച്ചില്ല. ദേമാസ് എന്നെ വിട്ടുപോയി. എന്നിട്ട് പറയാ, ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. മുകളിൽ തട്ടിലുണ്ട് ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. ഹല്ലേലൂയ. എന്നെ കരയിപ്പിച്ച ഭാഗം അതല്ല. ഹല്ലേലൂയ. മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനാ, അവനെ കൂട്ടിക്കൊണ്ടുവാ. തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായത്തിൽ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ മിഷൻ ഉപേക്ഷിച്ച് വിഷൻ നഷ്ടപ്പെട്ട് തിരിച്ചുപോയവനെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് പൗലോസ് താല്പര്യപ്പെട്ടില്ല. ഉഗ്രവാദ പ്രതിവാദം നടന്നു. പൗലോസ് പറഞ്ഞു, നോ, കൊണ്ടുപോകാൻ പറ്റില്ല. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ യോഗ്യനല്ല. ബർണബാസ്, പലപ്പോഴും തന്നെ ചേർത്ത് നിർത്തിയ ബർണബാസ്, അവൻ പോലും തെറ്റിപ്പോയി. പക്ഷേ ഈ കാരാഗ്രഹത്തിൽ തൻ്റെ മരണമെടുത്തപ്പോ, ആ ഓട്ടത്തിൽ ആ ബന്ധങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ചപ്പോ പറയുക, അവനെ കൂട്ടിക്കൊണ്ടുവൻ. ഒരു രമ്യത ആഗ്രഹിക്കുന്ന ഹൃദയം. സ്നേഹിത, കൂടെ ആരാധിച്ചവർ, കൂടെ പ്രാർത്ഥിച്ചവർ, ഹല്ലേലൂയ, അകറ്റി നിർത്തിയവർ, ഹല്ലേലൂയ, എന്നോട് കൂടെ ഒന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു രമ്യത ആഗ്രഹിക്കുന്നുണ്ടോ? അതോ എല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കി ഹല്ലേലൂയ ഉപേക്ഷിച്ചിട്ട് ഞാനൊരു നീതിമാനാണെന്ന് ചമഞ്ഞ് നിൽക്കുകയാണോ? അവനെനിക്ക് പ്രയോജനമുള്ളവനാ, അവനെ കൊണ്ടുപോകാം. കുഞ്ഞെ, അതിശൈത്യമാ, വലിയ തണുപ്പ് അരിച്ചു കയറിക്കൊണ്ടിരിക്കുക. വൃദ്ധനായ എൻ്റെ ശരീരം ബലഹീനമാ. നീ വരുമ്പോ ഞാൻ കർപ്പോസിന്റെ ഭവനത്തിൽ വെച്ചിരുന്ന ആ പുറപ്പും പുസ്തക ചുരുളും കൊണ്ടുവരണം. ഹല്ലേലൂയ. തിരുവെഴുത്തുകൾ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എൻ്റെ സമയം 5 മിനിറ്റ് മുന്നോട്ടെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഈ സമയത്ത് ഒന്ന് പരിശോധിക്കണമേ. സ്തോത്രം. കൂട്ടായ്മയിൽ അകറ്റി നിർത്തി ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, വ്യക്തിബന്ധങ്ങളിൽ മാറ്റി നിർത്തി ചിലതൊക്കെ ഉണ്ടെങ്കിൽ, സ്തോത്രം, ഒന്ന് രമ്യതപ്പെടുവാൻ, ഒന്ന് മടങ്ങി വരുവാൻ, ഒന്ന് ചേർത്ത് നിർത്തുവാൻ. ഹല്ലേലൂയ. എന്നിട്ടേ പറയാൻ പറ്റൂ, ഞാൻ നല്ല ഓട്ടം ഓടി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. സമയമായി. ഒരു ചന്ത ദിവസം ഒരു കയറ് പൗലോസിന് വേണ്ടി ഇറങ്ങി വന്നു. അതിൽ തൂങ്ങി മുകളിലേക്ക് എത്തി. 10 പടയാളികൾ, 5 പേർ മുന്നിലും 5 പേർ പുറകിലുമായിട്ട്. ഹല്ലേലൂയ. ചന്ത നടക്കുന്ന ദിവസമാണ്. ഓസ്ട്രിയയിലേക്ക് തിരിയുന്ന രാജവീതിയുടെ സൈഡിലുള്ള ചന്ത സ്ഥലത്ത് പിരമിഡിന്റെ താഴെ
ആയിരക്കണക്കിന് ആൾക്കാർ വ്യാപാരത്തിനായി കടന്നു വരുന്നവർ നോക്കി നിൽക്കുക. ഇനി ആരും മതപരിവർത്തനം ചെയ്യരുത്, ഇനി ആരും ക്രിസ്തീയ മതമാർഗത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഭയം മൂലം ഇടയായിത്തീരരുത്. അതുകൊണ്ട് പരസ്യമായി കരകാലുകൾ കൈകൾ പുറകോട്ട് ബന്ധിച്ച് തല കറുത്തുകൊണ്ട് മൂടി ആ പാറയുടെ പുറത്ത് തല വെച്ച് ആ ശരീരം വെട്ടിമാറ്റി ഒരു പാനീയ യാഗമായി പൗലോസ് അർപ്പിക്കപ്പെട്ടു. തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിനക്ക് ശക്തി ലഭിച്ചിട്ടു. യെരുശലേമിലും യഹൂദിയായാലും സമരിയായാലും എല്ലായിടത്തും യേശുവിന്റെ സാക്ഷിയായി മാറും. ജീവൻ കൊണ്ട് യേശുവിനെ സാക്ഷിയാക്കുവാൻ, ജീവിതം കൊണ്ട് യേശുവിന്റെ സാക്ഷിയായി തീരുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. അന്യഭാഷയും അഭിഷേകവും എല്ലാം സഭ വളർത്തുന്നതിന് നല്ലതാ, അതെല്ലാം പ്രാപിച്ചു. പക്ഷെ ജീവിതം കൊണ്ട് യേശുവിനെ വെളിപ്പെടുത്താൻ, യേശുവിനെ സാക്ഷീകരിക്കാൻ കർത്താവ് അത്യന്ത ശക്തി നമ്മുടെ മേൽ പകരുവാനിടയായി തീരും.